أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ورفع أبويه على العرش وخروا له سجدا وقال يا أبت هذا تأويل رؤياي من قبل وقال يا أبت هذا تأويل رؤياي من قبل قد جعلها ربي حقا وقد أحسن بي إذ أخرجني من السجن وجاء بكم من البدو من بعد أن نزغ الشيطان بيني وبين إخوتي إن ربي لطيف لما يشاء إنه هو العليم الحكيم. صدق الله العلي العظيم وبلغ رسوله الكريم ونحن على ذلك من الشاهدين. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് യൂസുഫ് 100-ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ഇന്ന് 100-ാമത്തെ ആയത്ത് ഫുള്ള് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയില്ല. ഇത് 100-ാമത്തെ ആയത്ത് പാർട്ട് എ ആണ് കേട്ടോ. പാർട്ട് എ. പാർട്ട് ബി അടുത്ത ആഴ്ച നമ്മൾ പഠിക്കും ഇൻഷാ അല്ലാഹ്. കാരണം അത്രയ്ക്കും പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഈ കഥയുടെ കഥ ഇനി അവസാനിക്കാൻ ഒരായത്തും കൂടെ ഉള്ളൂ. സ്റ്റോറി ഇൻ ഇറ്റ് സെൽഫ് അവസാനിക്കാൻ 101-ാമത്തെ ആയത്തും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റോറിനെ കുറിച്ചുള്ള മൊത്തത്തിലുള്ള ഒരു അവലോകനം അള്ളാഹു നടത്തുന്നതാണ്. ഇറ്റ്സ് ആൾസോ പ്രൊഫൗണ്ട്. ആ ആ അവലോകനം പോലും നമുക്ക് ഇതേപോലെ തന്നെ പറയേണ്ടി വരും. ഇപ്പൊ അത് പറഞ്ഞിട്ട് തന്നെ ഞാൻ തുടങ്ങിയാണ്. അതായത് ഖുർആൻ ഇങ്ങനെ പഠിക്കുമ്പോൾ ചിലര് ഇപ്പോ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് ഈ അടുത്തൊരു സുഹൃത്ത്, ഒരു സഹോദരൻ, നമ്മുടെ ഈ ക്ലാസ്സിലുള്ള ഒരു സഹോദരൻ, ഇപ്പൊ അദ്ദേഹം ഇവിടെ ഉണ്ട്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് കുറച്ചുകൂടി സ്പീഡ് ആക്കിക്കൂടെ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഈ സൂറത്ത് യൂസുഫ് ഇങ്ങനെ വലിച്ചു നീട്ടണോ എന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ ഖുർആനെ കുറിച്ച് പിന്നെ ഖുർആന്റെ പഠനത്തെക്കുറിച്ച് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സംഗതി കൂടിയാണത്. അതായത് ഇപ്പൊ സഹാബികള് സൂറത്തുൽ ബഖറ പഠിക്കാൻ 8 വർഷം എടുത്തെന്നാണ് ഒരു നറേഷനിൽ, ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 8 വർഷം അവരെടുത്തു സൂറത്തുൽ ബഖറ പഠിക്കാൻ. 286 ആയത്തുള്ള സൂറത്തുൽ ബഖറ പഠിക്കാൻ 8 വർഷം എന്താന്ന് ചോദിച്ചാൽ, അവരതിന്റെ മീനിങ്, തദബ്ബുർ, അതിന്റെ ഓരോ വാക്കും മീനിങ്ങും ഒക്കെ അവരെ സംബന്ധിച്ച് മീനിങ് അല്ല പ്രധാനം, മറിച്ച് അതിന്റെ മഫ്ഹൂമാണ്, അതിന്റെ തദബ്ബുർ, അതിന്റെ ആശയങ്ങളിലുള്ള ചിന്തയാണ്. ഖുർആൻ നമുക്ക് എങ്ങനെയും പഠിക്കാം. വേണമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് സൂറത്ത് യൂസുഫ് മൊത്തം അർത്ഥം പറഞ്ഞു പോവാം നമുക്ക്. 1 കൊല്ലം, 2 കൊല്ലം, 10 കൊല്ലം എടുത്തിട്ടും സൂറത്ത് യൂസുഫ് പഠിക്കാം. പക്ഷെ നമ്മൾ കുറച്ച് ഇത്രയും സ്ലോലി പോകുന്നതിന്റെ ഒരു അടിസ്ഥാനം, നമ്മൾ പറഞ്ഞല്ലോ, നമുക്കിങ്ങനെ ധൃതിക്ക് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതായത് ഖുർആനിനെ കുറിച്ച്, അതിന്റെ ഇഅ്ജാസിനെ കുറിച്ച്, ഖുർആന്റെ ആ ഒരു മുഅ്ജിസത്ത് എന്ന് പറയുന്ന ആ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഖുർആന്റെ ഓരോ പദങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. അല്ലേ? നമ്മൾ അള്ള തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ മറ്റേ ലോകത്തുള്ള സകല മരങ്ങളും പേനയായിട്ടും, പിന്നെ സകല സമുദ്രങ്ങളും, 7 സമുദ്രങ്ങൾ, അതിനേക്കാളും അപ്പുറം വീണ്ടും ഒരു 7 സമുദ്രങ്ങൾ, അതൊക്കെ മഷിയായിട്ട് ഉപയോഗിച്ചാലും അള്ളാഹുവിന്റെ വചനങ്ങൾ എഴുതി തീരില്ല എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ ഓരോ വചനങ്ങൾക്കും അതിന്റെ പിന്നിലുള്ള വളരെ ഡീപ്പായിട്ടുള്ള മഅന, അതിന്റെ മീനിങ് ഉണ്ട്, അതിന്റെ ആശയമുണ്ട്. ആ ആശയത്തെ നമ്മൾ കുറച്ചൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു വലിയ ശ്രമമാണ്. ഒരു 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 എളിയ ശ്രമമാണ്. വലുതെന്ന് പറഞ്ഞുകൂടാ അതിനെക്കുറിച്ച്. ഒരു എളിയ ശ്രമമാണ്. അപ്പൊ നമ്മളൊരു സമുദ്രത്തിൽ നിന്ന് ഒരു ചെറിയ ഒരു സൂചിയുടെ അറ്റത്തുള്ള ഒരു ഡ്രോപ്പ് എത്രയുണ്ട്, ആ ഡ്രോപ്പ് പോലും നമ്മൾ തികയ്ക്കുന്നില്ല ഈ അറ്റംപ്റ്റിലൂടെ. അപ്പം നമുക്ക് ഇതിങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ ധൃതി പിടിക്കേണ്ടതില്ല കേട്ടാ. നമുക്കിപ്പോ സൂറത്ത് യൂസുഫ് റമദാന് മുമ്പ് തീർന്നാൽ തീർന്നു, ഇല്ലെങ്കിൽ റമദാൻ കഴിഞ്ഞിട്ട് നമുക്ക് തുടരാം. ഓക്കെ. എത്രയാണോ നമുക്ക് പറ്റുന്നത് അത്രയും നമ്മൾ ഇങ്ങനെ പോകാൻ തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം ഇനി ഇത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതുപോലെ പല സൂറത്തുകളും നമുക്ക് പഠിക്കാം. പക്ഷെ അതിന് ഇന്ന സമയമുണ്ടോ. നമുക്ക് അള്ളാഹു ആയുസ് തരികയാണെങ്കിൽ, ജീവിക്കാൻ നമുക്ക് നമുക്ക് ആരോഗ്യവും സൗഖ്യവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് തുടർന്നുകൊണ്ടേ പോകാം. പക്ഷെ അപ്പൊ അതിൻ്റെ അകത്ത് ധൃതി ആരും പിടിക്കേണ്ടതില്ല. നമുക്ക് സാവകാശം എല്ലാ വശങ്ങളും മനസ്സിലാക്കി പോയാൽ മതി. അങ്ങനെയും ഖുർആൻ പഠിക്കാം എന്ന ഒരു
ലെസൺ കൂടി, ഒരു മെസ്സേജ് കൂടി നമ്മൾ ഈ ക്ലാസ്സിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ഡീപ്പായിട്ടുള്ള സ്റ്റഡിയുടെ ഇമ്പോർട്ടൻസ് കൂടി നമ്മള് മനസ്സിലുണ്ടാകണം. അപ്പോഴാണ് എന്തിനാണ് പകുതി ആയത്ത് ഒരു ക്ലാസ്സിൽ എടുക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം അങ്ങനെയാണ് നമുക്ക് നൽകാൻ സാധിക്കുക. ഓക്കെ. അങ്ങനെ വരുമ്പോ എന്താണ് ഗുണം എന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ സൂറത്ത് എവിടെ കേട്ടാലും, ഈ ആയത്ത് എവിടെ കേട്ടാലും, അല്ലെങ്കിൽ ഈ ഖുർആനിൽ അള്ളാഹു ഈ പറഞ്ഞിട്ടുള്ള ലൈഫിന്റെ ലെസൺസ് മറ്റ് ഏതെങ്കിലുമൊക്കെ പ്രസംഗങ്ങളിലോ സ്പീച്ചുകളിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്ധരണികളായിട്ടോ കോട്ടായിട്ടോ ഹിസ്റ്ററി ആയിട്ടോ ഒക്കെ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമുക്ക് ഖുർആനുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെ? ഇപ്പോ നോക്കൂ, ഈ 100ാമത്തെ ആയത്ത് നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഇതിന്റെ അകത്ത് പറഞ്ഞിട്ടുള്ള ഒരുപാട് ലൈഫ് ലെസൺസ് നമുക്ക് പലതും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സൈക്കോളജിയിൽ റിലേറ്റ് ചെയ്യാം, ഇക്കോണമിയിൽ റിലേറ്റ് ചെയ്യാം, സോഷ്യോളജിയിൽ റിലേറ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് പൊളിറ്റിക്കൽ ടോക്സ് വന്നു ഇതിന്റെ അകത്ത്, ക്രിമിനൽ എക്സ്പ്ലനേഷൻ വന്നു, സിവിൽ ലോസിന്റെ എക്സ്പ്ലനേഷൻ വന്നു, അല്ല ഡ്രീംസിനെ കുറിച്ച് പറഞ്ഞു വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ എന്ന് മാത്രമല്ല, നമ്മളിത് പറയുമ്പോൾ ഈ ഓരോ ആയത്ത് വിശദീകരിക്കുമ്പോഴും മറ്റ് പല ആയത്തുകളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് പറയുന്നുണ്ട്. നിങ്ങളിൽ നോട്ട് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആവർത്തിച്ച് കേൾക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കത് എപ്പോഴും ഉപകാരപ്പെടും. എന്ന് വെച്ചാൽ മറ്റ് പല ആയത്തുകളുമായിട്ട് ഇവിടെ അർത്ഥം പറയുമ്പോൾ അർത്ഥത്തിന് നമ്മൾ പല ആയത്തുകൾ ഉദ്ധരിക്കാറുണ്ട്, വിശദീകരണം പറയുമ്പോൾ മറ്റ് പല ആയത്തുകൾ വിശദീകരിക്കാറുണ്ട്. അപ്പോൾ ഇറ്റ്സ് എ ഓൺഗോയിങ് സ്റ്റഡി. അങ്ങനെ വരുമ്പോൾ വിശുദ്ധ ഖുർആനിനെ വളരെ അടുത്ത് നിന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമായിട്ട് നമുക്ക് എല്ലാവർക്കും ഇത് അനുഭവപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു. ഓക്കെ, അത്രയും മതി. അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ എത്ര വരെ ഇന്ന് പഠിക്കുന്നതെന്ന് വെച്ചാൽ, ഖദ് ജഅലഹ റബ്ബി ഹഖ, അവിടെ വരെയാണ് ഇന്ന് പഠിക്കുന്നത്. വറഫ, അതായത് ഈ ആയത്തിന്റെ പകുതി, ഓൾമോസ്റ്റ് ഹാഫ്. വറഫ അബവൈഹി അലൽ അർഷ്. റഫ എന്ന് പറഞ്ഞാൽ എന്താ? ഉയർത്തി, അല്ലെ? വറഫ, അദ്ദേഹം, അതായത് യൂസുഫ് അലൈഹിസ്സലാം ഉയർത്തി, എലവേറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥം, അല്ലെങ്കിൽ റൈസ്ഡ് എന്ന അർത്ഥത്തിൽ. അബവൈഹി, തന്റെ മാതാപിതാക്കളെ. ഞാൻ പറഞ്ഞല്ലോ, മാതാപിതാക്കളെ കുറിച്ച് വീണ്ടും വരുന്നുണ്ട് ഇവിടെ. അള്ളാഹുവിന് റഫഅഹുമ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, കാരണം അത് ക്ലിയർ ആണ്. പക്ഷെ എന്തുകൊണ്ട് അബവൈഹി പറഞ്ഞു, അതും നമ്മൾ ഒന്നുകൂടി വിശദീകരിക്കും. വറഫ അബവൈഹി, തന്റെ മാതാപിതാക്കളെ അദ്ദേഹം എടുത്തുയർത്തി, അലൽ അർഷ്. അർഷ് എന്ന് പറഞ്ഞാൽ എന്താ? സിംഹാസനം, രാജാവൊക്കെ ഇരിക്കുന്ന ത്രോൺ, ആ സിംഹാസനത്തിലേക്ക് അദ്ദേഹം എടുത്തുയർത്തി. വഖറൂ ലഹു സുജ്ജദൻ, വഖറൂ ലഹു സുജ്ജദൻ, അവർ ആ സമയത്ത് അല്ലെങ്കിൽ അതോടൊപ്പം അവരെന്ത് ചെയ്തു? എല്ലാവരും സാഷ്ടാംഗത്തിൽ വീണു, സുജൂദിൽ വീണു. സാഷ്ടാംഗ പ്രണാമം എന്ന് മലയാളത്തിൽ പറയും. 8 അവയവങ്ങളും കൂടി നിലത്ത് വെച്ചിട്ട് പ്രണമിക്കുന്നതിനെയാണ് സുജൂദ് എന്ന് നമ്മൾ പറയാം. നമസ്കാരത്തിൽ അത് 7 അവയവങ്ങളായിട്ടാണ് പറയാം, കാരണം നെറ്റിയും മൂക്കും കൂടി ഒരവയവമായിട്ട് എണ്ണീട്ട്. അപ്പോൾ മറ്റത് മലയാള പ്രയോഗമാണ്, പക്ഷെ നമുക്ക് സുജൂദ് എന്ന് തന്നെ പറഞ്ഞാൽ മതി. അവരെല്ലാവരും സുജൂദിൽ വീണു, മുഖം താഴ്ത്തി സുജൂദിൽ വീണു. അതും ഒരുപാട് എക്സ്പ്ലനേഷൻ അർഹിക്കുന്ന ഒരു സംഗതിയാണ്. മറ്റേ യൂസുഫ് അലൈഹി ഇസ്ലാമിക്ക് സുജൂദ് ചെയ്യാമോ, അതല്ല യൂസുഫ് അലൈഹി ഇസ്ലാമിക്ക് തന്നെയാണോ സുജൂദ് ചെയ്തത്, എന്താണ് ആ സുജൂദിന്റെ മീനിങ്, അത് വിശദീകരിക്കാം. വഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യൂസുഫ് അലൈഹി ഇസ്ലാം പറഞ്ഞു, യാ അബത്തി, പ്രിയപ്പെട്ട പിതാവേ, ഹാദാ തഅ്വീലു റുഇയായ, ഇതെന്റെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനമാണ്. യാ അബത്തി എന്ന് ഇതിനു മുമ്പ് യൂസുഫ് അലൈഹി ഇസ്ലാം പിതാവിനെ വിളിച്ചത് സ്വപ്നം കാണുമ്പോഴാണ്. ഇപ്പോ ആ സ്വപ്നം പൂർത്തിയായപ്പോഴാണ്. കണക്ടിങ് ദ ഡോട്ട്സ്, എങ്ങനെയാണ് ഡോട്ട്സ് കണക്ട് ചെയ്യുന്നത് എന്നതിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി വരാം. അപ്പൊ ഇത് എന്റെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനമാണ്. മിൻ ഖബ്ലു, വളരെ മുമ്പ് ഞാൻ കണ്ട, 40 30 വർഷം മുമ്പ് ഞാൻ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനമാണ് പ്രിയപ്പെട്ട പിതാവേ ഇത്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടല്ല അത് പറഞ്ഞിട്ടുണ്ടാവുക. ഇറ്റ്സ് ആൻ എക്സൈറ്റ്മെന്റ്, അല്ല, സ്റ്റേറ്റ്മെന്റ് ഓഫ് ആൻ എക്സൈറ്റ്മെന്റ്. അതൊരു വലിയ ആശ്ചര്യത്തോടു കൂടി പറഞ്ഞ ഒരു വാചകമായിരിക്കണം. പക്ഷെ നമ്മൾ ഓതി പോകുമ്പോൾ നമുക്കതൊരു വെറും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തോന്നും. ഖദ് ജഅലഹ റബ്ബി ഹഖ, എന്റെ റബ്ബ് അത് സത്യമാക്കി, യാഥാർത്ഥ്യമാക്കി പുലർത്തിയിരിക്കുന്നു. ഖദ് ജഅലഹ റബ്ബി ഹഖ, എന്റെ റബ്ബ് അത് യാഥാർത്ഥ്യമാക്കി പുലർത്തി തന്നിരിക്കുന്നു. ഇത്രയാണ് നമ്മൾ ഇന്ന് പറയുന്നത് കേട്ടോ. ബാക്കി ഇനി ശേഷം വരുന്നത് യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്.
ആ സ്റ്റേറ്റ്മെന്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നമ്മൾ അടുത്ത ആഴ്ചത്തേക്ക് വെക്കാം. ഓക്കെ. അപ്പൊ ഇവിടെ യൂസുഫ് അലൈഹിസ്സലാം ഇതിന് മുമ്പത്തെ ആയത്തിൽ നമ്മൾ പറഞ്ഞു അല്ലെ, ആവാ ഇലൈഹി അബവൈഹി, തന്റെ പിതാവിനെയും മാതാവിനെയും, ആ മാതാവ് ആരാണെന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദീകരിച്ചു. അപ്പൊ ആ മാതാപിതാക്കളെ തന്നിലേക്ക് അണച്ചു പിടിച്ചു എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇനി മിസ്റിൽ ആമിനീൻ അല്ലെ, നിർഭയരായിക്കൊണ്ട് പ്രവേശിച്ചു കൊള്ളുക. അവിടെ രണ്ട് സംഗതിയാണ് യൂസുഫ് അലൈഹി സ്വലാം സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്. ഒന്ന്, പുള്ളിങ് സംവൺ ടു അസ് അല്ലെ, ഒരാളെ നമ്മളിലേക്ക് അണച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗിവിംഗ് എ സെൻസ് ഓഫ് സെക്യൂരിറ്റി. ഗിവിംഗ് എ സെൻസ് ഓഫ് സെക്യൂരിറ്റി അല്ലെ, അവർക്കൊരു ഒരു സുരക്ഷിതത്വം കൊടുക്കുകയാണ്. എന്നിട്ട് അവരോട് പറയാണ്, നിങ്ങൾ ഈജിപ്തിൽ വളരെ നിർഭയരായി പോയിക്കോളൂ. അപ്പൊ അതെന്താണ്, അത് നമ്മളിപ്പോ ഒരു കുട്ടിയെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഏറ്റവും അടുത്ത ആളെ നമ്മൾ സ്നേഹിക്കുന്നു, ഐ ലവ് യു എന്ന് പറയുമ്പോൾ ആ പറയുന്നതും അതിനെ ഹഗ് ചെയ്തിട്ട് പറയുന്നതും രണ്ടാണ് അല്ലെ. ഒരു ജസ്റ്ററാണ് ഹഗ് ചെയ്യുക എന്ന് പറയുമ്പോൾ, ഒരു ജസ്റ്ററാണ്. ഇപ്പൊ നമ്മുടെ മക്കളെ നമ്മൾ അവരെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവരൊന്ന് ഹഗ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും, ആ ഒരു ഫീലിംഗ് വേറെ തന്നെയാണ് അല്ലെ, ആ ജസ്റ്ററോട് കൂടി. ഇതാണ് ആദ്യം യൂസുഫ് അലൈഹി സ്വലാം ചെയ്തത് അല്ലെ. അവ ഇലൈഹി അബവൈഹി, മാതാപിതാക്കളെ തന്നിലേക്ക് അണച്ചു പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ സുരക്ഷിതരാണ് ഇവിടെ, നിങ്ങൾക്ക് എല്ലാ സുരക്ഷിതത്വവും ഞാൻ വാഗ്ദാനം ചെയ്തു. അപ്പോൾ ഒരു ലവ് ആൻഡ് സേഫ്റ്റി ഫീലിംഗ് കൊടുത്തു. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ഒരു സ്നേഹപ്രകടനം നടത്തി, പ്ലസ് ഒരു സുരക്ഷിതത്വത്തിന്റെയും നിർഭയത്വത്തിന്റേതുമായിട്ടുള്ള ഒരു ഫീലിംഗ് അദ്ദേഹം അവർക്ക് പകർന്നു നൽകി. പിന്നെ വീണ്ടും അടുത്ത അദ്ദേഹത്തിന്റെ ഒരു ജസ്റ്ററാണ് വറഫഅ അബവൈഹി അലൽ അർഷ്, മാതാപിതാക്കളെ ഈ സിംഹാസനത്തിലേക്ക്, ത്രോൺ, അതിലേക്ക്, രാജാവിന്റെ ആ രാജകീയ സിംഹാസനത്തിലേക്ക് എടുത്തുയർത്തുന്നു. ഇതെല്ലാം കുറിക്കുന്നത് യൂസുഫ് അലൈഹി ഇസ്ലാം ആണ് അന്ന് ഇഫക്റ്റീവ്ലി ആ രാജ്യം ഭരിച്ചിരുന്നത്. ഹി ഈസ് നമ്പർ 2. പക്ഷേ ഒരു സിംഹാസനത്തിലേക്ക് തന്റെ പ്രിയപ്പെട്ടവരെ എടുത്തുയർത്താൻ അദ്ദേഹത്തിന് സാധിക്കണമെങ്കിൽ ഹി ഈസ് ഇഫക്റ്റീവ്ലി ദ റൂളർ. മനസ്സിലാവുണ്ടോ? അപ്പൊ ആ ഒരു സംഗതി ചെയ്യുന്നതോട് കൂടി അദ്ദേഹം എന്ത് ചെയ്യാണ്, ഒരു ആ ഒരു സേഫ്റ്റിയുടെ ഫീലിംഗ് ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാണ്, ഒന്നുകൂടി ആവർത്തിച്ച് അത് അവർക്ക് പിന്നെ വീണ്ടും ആ ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ പറഞ്ഞു, അള്ളാഹുവിന് വേണമെങ്കിൽ വറഫഅഹുമ എന്ന് പറയാമായിരുന്നു അല്ലെ. അവരെ രണ്ടുപേരെ ഉയർത്തി എന്ന് പറഞ്ഞാൽ തന്നെ മാതാപിതാക്കളാണെന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ്. അങ്ങനെയാണ് ഖുർആന്റെ സാധാരണ ഉള്ള ഒരു ശൈലി. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് അബവൈഹി എന്ന് എടുത്തു പറഞ്ഞു? അതും യൂസുഫ് അലൈഹി സ്വലാം അവർക്ക് കൊടുത്ത ആ ഒരു കെയർ, കൺസിഡറേഷന്റെ അതിനൊന്ന് അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു വറഫഅ അബവൈഹി എന്ന് എടുത്തു പറഞ്ഞത്. ഒരു ഹൈലൈറ്റ് ചെയ്തതാണത്. അവരെ ബഹുമാനിച്ചതിന്റെയും അവരെ റെസ്പെക്ട് ചെയ്തതിന്റെയും, ടു മേക്ക് ദം ഫീൽ ഓണേഡ്. അതിനെക്കുറിച്ച് ഇമാം മുത്തവല്ലി ഷാറാവി, അദ്ദേഹം അദ്ദേഹത്തിന്റെ തഫ്സീർ ഉണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, യൂസുഫ് അലൈഹി സ്വലാം മാതാപിതാക്കൾക്ക് കൊടുത്ത ഒരു ഡിസ്റ്റിങ്റ്റീവ് പൊസിഷൻ, ഒരു വളരെ അതുല്യമായ ഒരു പൊസിഷൻ, മക്കാൻ ലാ മസീല ലഹു, ഒരു ഒരു ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള പൊസിഷൻ അദ്ദേഹം അവർക്ക് കൊടുത്തതിന്റെ ഒരു തെളിവാണ് ആ വറഫഅ അബവൈഹി അലൽ അർഷ് എന്ന് അള്ളാഹു എടുത്തു പറഞ്ഞത്. അവിടെ അതിന്റെ ഒരു ഇംപ്ലിക്കേഷൻ എന്താണെന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അതായത് യൂസുഫ് അലൈഹിസ്സലാം തന്റെ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങിയിട്ടായിരിക്കുമല്ലോ ഇവരെ സ്വീകരിച്ചിട്ടുണ്ടാവുക. എന്നിട്ട് സ്വീകരിച്ച് അവരെ അണച്ചു പിടിച്ചിട്ട് പിന്നെ എന്താ ചെയ്യുന്നത്, ഈ മാതാപിതാക്കളെ എടുത്ത സിംഹാസനത്തിൽ ഇരുത്തുകയാണ്. അതിന്റെ മീനിങ് എന്താ? അതിന്റെ മീനിങ് എന്താന്ന് വെച്ചാല്, ഈ സിംഹാസനം എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല, ഞാൻ നിങ്ങളുടെ അതേ പ്രിയപ്പെട്ട മകനാണ്. ചെറുപ്പത്തിൽ ഞാൻ ഏതുപോലെ അനുസരണയുള്ള നിഷ്കളങ്കനായ ഒരു മകനായിരുന്നുവോ, അതുപോലെ ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ ഞാൻ വളരെ ചെറിയ, എളിയ, വിനീതനായ ഒരു മകനാണ് എന്ന് തെളിയിക്കുന്നതാണ് യൂസുഫ് അലൈഹി ഇസ്ലാമിയുടെ പ്രവൃത്തി. എന്നെ ആളുകൾ അസീസ് എന്നാണ് വിളിക്കുക അല്ലെ. ഇവൻ ഈ ബ്രദേഴ്സ് വരെ യൂസുഫ് അലൈഹി ഇസ്ലാമെ എങ്ങനെ അഭിസംബോധന ചെയ്ത്, യാ യുഹൽ അസീസ് അല്ലെ. അസീസ് എന്ന് പറഞ്ഞാല് പ്രതാപവാനായ രാജാവേ എന്നുള്ള അർത്ഥത്തിലാണ്. ആ അസീസ് ഒക്കെ എന്നെ ആളുകൾ അങ്ങനെയൊക്കെ വിളിക്കുന്നതാകാം. പക്ഷെ നിങ്ങളുടെ മുമ്പിൽ യു ആർ സ്റ്റിൽ മൈ പാരൻസ്, നിങ്ങൾ ഇപ്പോഴും എൻ്റെ മാതാപിതാക്കൾ തന്നെയാണ്. ഐ ആം നോട്ട് സുപ്പീരിയർ, നിങ്ങളെക്കാൾ മുകളിലല്ല. ഈ പൊസിഷൻ കൊണ്ടോ ഈ പവർ കൊണ്ടോ ഞാൻ നിങ്ങളെക്കാൾ മുകളിലല്ല. യു ക്യാൻ ടോക്ക് ടു മീ ആസ് ഇഫ് ഐ ആം യുവർ സൺ. നിങ്ങൾക്ക് എന്നോട് ഞാൻ നിങ്ങളുടെ മകൻ എന്നതുപോലെ തന്നെ
നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം. അതിനെക്കുറിച്ച് ഇമാം ഷാറാവി പറഞ്ഞത്, അത് യുഷീറു ഇലാ ഹുബ്ബിഹി വഹ്തിറാമിഹി ലിവാലിദൈഹി. അവർ തന്റെ മാതാപിതാക്കളോടുള്ള, അല്ലെങ്കിൽ ഈ അബവൈഹി, വാലിദൈഹി എന്ന് അള്ളാഹ് പറയാത്തതുകൊണ്ട് പിന്നെ നമ്മളത് പറയണ്ട. ആ മാതാപിതാക്കളോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജെസ്ചറാണ് അവിടെ ആര് കാണിച്ചത്? യൂസുഫ് അലൈഹിസ്സലാം കാണിച്ചത്. ഇതിൽ ഒരുപാട് മീനിങ് ഉണ്ട്. അതായത് നമ്മൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളുടെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എന്താ? പ്രത്യേകിച്ച് അവര് ഓൾഡ് ഏജിലുള്ളപ്പോ. അവര് വയസ്സാകുമ്പോ അവർക്ക് വേണ്ടത് നമ്മൾ അവരെ സെക്യൂർ ആക്കുക എന്നുള്ളതാണ്. അല്ലെ? അവരൊരു സുരക്ഷിതരാണ് എന്നൊരു ഫീലിംഗ് അവർക്ക് കൊടുക്കുക. അവര് ഇൻസെക്യൂർ അല്ല. നമ്മുടെ മുമ്പില് നമ്മുടെ പദവിയോ, നമ്മുടെ പൊസിഷനോ, നമ്മുടെ പേരോ, പ്രശസ്തിയോ, ആളുകൾ നമ്മളെ ബഹുമാനിക്കുന്നതൊക്കെ കണ്ടിട്ട് ദേ ഷുഡ് നോട്ട് ബി ഇന്റിമിഡേറ്റഡ് ബൈ ദാറ്റ്. അത് വെച്ചിട്ട് അവരെന്ത് ചെയ്യരുത്? ഇപ്പൊ നമ്മൾ കാണുന്നില്ലേ നമ്മുടെ നാട്ടിലൊക്കെ വയസ്സായ മാതാപിതാക്കളെ എങ്ങനെയാ ട്രീറ്റ് ചെയ്യുന്നത്? ഈ അടുത്ത് നമ്മൾ വായിച്ച ഒരു ഒരു സംഭവം, ഒരു ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെ മാതാപിതാക്കളെ ചെയ്തത് എന്താ? ടൂറ് പോവാൻ നേരത്ത് കാറിന്റെ പോർച്ചില് മാതാപിതാക്കളെ ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം ടൂറ് പോയി ഭാര്യയും മക്കളുമായിട്ട്. കാറിന്റെ പോർച്ചില്. കാരണം മാതാപിതാക്കൾ വീട്ടിലുണ്ടായാൽ വീട് വൃത്തികേടാകും എന്ന് വിചാരിച്ചിട്ട് ഉയർന്ന ജോലിയുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ചെയ്ത പണി കേരളത്തില് നമ്മള് വളരെ കുറച്ച് മുമ്പ് അതിനെക്കുറിച്ച് വാർത്ത വായിച്ചു. ഇതുപോലെ ധാരാളം, ധാരാളം സ്റ്റോറീസ് പിന്നെ മക്കൾ ഉപേക്ഷിച്ച മാതാക്കള് പറയുന്നത്. അപ്പോഴും ആ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നെന്താ? മക്കൾക്ക് ഈ ഗതി, എനിക്ക് വന്ന ഈ ഗതി മക്കൾക്ക് വരരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന അമ്മമാരും ഉമ്മമാരും നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പം ഇത് യൂസുഫ് അലൈഹിസ്സലാം നമ്മളെ മൊത്തം പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം അതാണ്. അതുകൊണ്ട് തന്നെ നോക്കൂ, നമ്മള് ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയും ഞാനത് പറഞ്ഞു. ഈ സൂറത്തുൽ ഇസ്രായിലാണ് ആ ആയത്തുള്ളത് അല്ലെ? ഏത്? വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി إحسان ഇഹ്സാന വഇമ്മാ യബ്ലുഗന്ന عندك ഉദുഇൻദകൽ كبر കിബറ അഹദുഹുമാ أو ഔ كلاهما കിലാഹുമാ ഫലാ فلا തഖുൽ تقل ലഹുമാ لهما أف ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമ. അതിനുശേഷമുള്ള വാചകം അത് واخفض جناحك الذل നമ്മുടെയൊക്കെ വീടുകളില്, വീടുകളിലല്ല, നമ്മുടെയൊക്കെ നെഞ്ചകങ്ങളില് സ്വർണ്ണ ലിപി കൊണ്ട് എഴുതി വെക്കേണ്ട ഒരു വാചകമാണ് അടുത്തത് അള്ളാഹു പറയുന്നത്. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ. നിങ്ങൾ അവർക്ക് താഴ്ത്തി കൊടുക്കണം. ജനാഹ് എന്ന് പറഞ്ഞാൽ ചിറകുകള്. അദ്ദുല്ല്, ദുല്ല് എന്ന് പറഞ്ഞാൽ വിനയത്തിന്റെ, എളിമയുടെ, വിധേയത്വത്തിന്റെ. അതാണ് ദുല്ല് എന്ന് പറഞ്ഞാൽ, അതാണ് പരിപൂർണമായിട്ടും അവർക്ക് വിധേയമായിട്ടുള്ള ഒരു ചിറകുകൾ നിങ്ങൾ അവർക്ക് താഴ്ത്തി കൊടുക്കണം. മിനർ റഹ്മ. ആ ദുല്ല് എവിടെന്നാ വരേണ്ടത്? കാരുണ്യത്തിൽ നിന്ന് വരണം. കാരുണ്യത്തിൽ നിന്നുള്ള എളിമയുടെ, വിധേയത്വത്തിന്റെ, വിനയത്തിന്റെ ചിറകുകൾ നിങ്ങൾ അവർക്ക് താഴ്ത്തി കൊടുക്കണം. എന്തായിരിക്കും ആ ഒരു പദം? ഇപ്പൊ ശരിക്കും അത് 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 പറയണതിന് മുമ്പ് ഞാൻ ഈ സൂറത്തുൽ ഇസ്രാഇനെ കുറിച്ച് പറയാം. സൂറത്തുൽ ഇസ്രാന്റെ മറ്റൊരു പേരുണ്ട്. അതറിയോ നിങ്ങക്ക്? സൂറത്തുൽ ഇസ്രാന് മറ്റൊരു പേരുണ്ട്. എന്താ പേര്? സുബ്ഹാൻ ആ, അല്ല, അല്ല അല്ല. മുസബ്ബിഹാത്തിൽ പെട്ടതാണ് സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദി. പക്ഷെ വളരെ ഈ പാഠവുമായിട്ട് നമ്മുടെ ഈ സൂറത്ത് യൂസുഫുമായി ബന്ധപ്പെട്ട ഒരു പാഠമുണ്ട്. ബനു ഒരു ഇസ്രായേൽ. ബനു ഇസ്രായേൽ, മാഷാ അല്ലാഹ്, അഹ്സൻതി. ബനു ഇസ്രായേൽ. ബനു ഇസ്രായേൽ എന്ന പേര് സൂറത്തുൽ ഇസ്രായിനുണ്ട്. നോക്കൂ, ഈ ഇസ്രായേൽ ആരാ? ഇസ്രായേൽ ആരാ? യാക്കൂബ് നബി. യാക്കൂബ് നബി അലൈഹിസ്സലാം. മാഷാ അല്ലാഹ്. യാക്കൂബ് നബി അലൈഹിസ്സലാമാണ് ഇസ്രായേൽ. ബനു ഇസ്രായേൽ, ഇസ്രായേലിന്റെ സന്തതികൾ. യാക്കൂബ് നബി അലൈഹിസ്സലാമയുടെ സന്തതികൾ. അവർക്ക് കൊടുത്ത 10 കമാൻഡ്മെന്റ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? 10 കമാൻഡ്മെന്റ്സ് ഓൾഡ് ടെസ്റ്റമെന്റിൽ, അല്ല, ഈ 10 ന്യൂ കമാൻഡ്മെന്റ്സ് അല്ലെ എന്ന് പറയുന്ന 10 കൽപ്പന. ആ 10 കൽപ്പനയുടെ മറ്റൊരു രൂപമാണ് ഈ വഖളാ റബ്ബുക അല്ലാ തഅബുദു എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഇസ്രായേൽ, അല്ലെങ്കിൽ സൂറത്ത് ബനി ഇസ്രായേലിലെ 23 മുതൽ 40 വരെയുള്ള ആയത്തുകൾ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കമാൻഡ്മെന്റ്സിന്റെ തുടക്കം ഇതുകൊണ്ടാണ്. മാതാപിതാക്കളോടുള്ള വിനയത്തിന്റെ ഈ പറഞ്ഞ വർത്താനങ്ങളാണ്. അതായത് യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ മകൻ യൂസുഫിനെ പഠിപ്പിച്ച ആ വിനയം,
ആ യൂസുഫ് അലൈഹിസ്സലാം തന്റെ പിതാവിനോടും മാതാവിനോടും കാണിച്ച അതേ വിധേയത്വം, അത് അതിന്റെയൊക്കെ തുടക്കം ഈ ഈ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നുമുള്ള എക്സാമ്പിളിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരാണ്. ആ പറഞ്ഞു തന്നതാണ് ഖുർആനിൽ അങ്ങനെ തന്നെ അള്ളാഹു എഴുതി വെച്ചിട്ടുള്ളത്. ആ 10 കമാൻഡ്മെന്റ്സും ഈ വഖദാ റബ്ബുക തുടങ്ങുന്ന 40 വരെയുള്ള ആയത്തുകൾ എടുത്തു നോക്കിയേ, നമുക്കതിനകത്ത് സാമ്യങ്ങൾ കാണാൻ പറ്റും. സിമിലാരിറ്റീസ് കാണാൻ പറ്റും. മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തെക്കുറിച്ച്. പക്ഷേ മാതാപിതാക്കളെക്കുറിച്ച് ഇത്രയധികം മനോഹരമായി പറഞ്ഞ സ്ഥലങ്ങൾ വേറെ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഈ ഈ എക്സാമ്പിൾ തന്നെ എടുത്തു നോക്കുക. ഈ ജനാഹദ്ദുല്ല്. ഇപ്പൊ ജനാഹ് എന്ന് പറയാൻ ഒരു ചിറകിനെ കുറിച്ചാണ്. ആ ചിറക് ഉള്ളത് ആർക്കാ? പക്ഷിക്കാണ്. അല്ലെ? ചിറകുള്ളത് പക്ഷിക്കാണ്. ഒരു പക്ഷി അതിന്റെ കൂട് സംരക്ഷിക്കണ നമ്മൾ കണ്ടിട്ടുണ്ടോ? ആ കൂട്ടിലേക്ക് ഒരു പാമ്പോ, അല്ലെങ്കിൽ ഒരു കഴുകനോ, ഒരു പരുന്തോ ഒക്കെ പറന്നു വരുമ്പോ, പക്ഷിക്ക് ഒരു പക്ഷേ ഈ പാമ്പിനോടോ, പരുന്തിനോടോ പൊരുതി നിൽക്കാനുള്ള കഴിവുണ്ടാവൂല, ശേഷി ഉണ്ടാവൂല. അത് അൾട്ടിമേറ്റ്‌ലി ഈ പാമ്പ് ആ മുട്ടയൊക്കെ എടുത്ത് വിഴുങ്ങും. അല്ലെങ്കിൽ ഈ പരുന്ത് അതിന്റെ കുഞ്ഞുങ്ങളെ റാഞ്ചിക്കൊണ്ട് പോകും. പക്ഷേ, അതിന് മുമ്പത്തെ ഒരവസ്ഥയില് ഈ തള്ളപ്പക്ഷി എന്താ ചെയ്യാ? അതിന്റെ ചിറകുകൾ ഇങ്ങനെ താഴ്ത്തിയിട്ട് ആ കൂടിനെ മൊത്തം സംരക്ഷിക്കും. അതിന്റെ മുട്ടയാണെങ്കിലും മുട്ട, അല്ലെങ്കില് ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ കുഞ്ഞുങ്ങളെ മുഴുവൻ ചിറക് വെച്ചിട്ട് സംരക്ഷിക്കും. ഒരു പരുന്ത് മോളിൽ കാണുമ്പോ ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണ നമ്മൾ കണ്ടിട്ടുണ്ടോ? എല്ലാ കോഴിക്കുഞ്ഞുങ്ങളും കൂടി അതിന്റെ അടിയിലേക്ക് വരികയും ആ തള്ളക്കോഴി അതിന്റെ ചിറകിങ്ങനെ താഴത്തേക്ക് വിടർത്തിയിട്ട് ആ കുഞ്ഞുങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. നിങ്ങൾ മാതാപിതാക്കൾക്ക് എങ്ങനെയാകണം വലുതാകുമ്പോ? ഇതുപോലെ ആകണം. പ്രത്യേകിച്ച് അവർ നിസ്സഹായമായ ഒരവസ്ഥയിൽ, അവർ ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരവസ്ഥയില്, അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസരത്തില്, നിങ്ങൾ വെറും കുറെ പണം അയച്ചു കൊടുത്തുകൊണ്ട് മാത്രം എല്ലാ ഉത്തരവാദിത്വവും അങ്ങനെ നമ്മളൊക്കെ ആ വിഷയത്തില് കുറ്റക്കാരാകുമോ അള്ളാഹുവിന്റെ മുമ്പിൽ എന്ന് സദാ പേടിച്ചുകൊണ്ടിരിക്കണം ഗൾഫുകാര്. കാരണം എന്താ? നമുക്ക് പലപ്പോഴും അവരുടെ അവസാന നിമിഷങ്ങളിൽ പ്രത്യേകിച്ച് അവരുടെ അവരുടെ നമ്മുടെ സാന്നിധ്യവും നമ്മുടെ സംരക്ഷണവും ഏറ്റവും അധികം വേണ്ട ഒരു സന്ദർഭത്തിൽ പലപ്പോഴും മാതാപിതാക്കളോടൊപ്പം നമുക്ക് ആകാൻ പറ്റാറില്ല. ഒരുപക്ഷേ നമ്മുടെ പല നിർബന്ധിതാവസ്ഥകൾ അതിന് കാരണമായിരിക്കാം. കാരണം നമ്മള് അവിടെ ഇല്ലെങ്കിൽ ഒരുപക്ഷേ അവരെ സംരക്ഷിക്കാനുള്ള സാമ്പത്തികമായ ചെലവുകളൊക്കെ വഹിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ടായിരിക്കാം. അല്ല എന്തൊക്കെ ആയാലും ആ ഒരു പക്ഷെ അപ്പൊ അതിനെ മേക്കപ്പ് ചെയ്യുന്ന, അതിനെ പരിഹരിക്കുന്ന സംഗതികളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. നമ്മള് നാട്ടിലായിരിക്കുമ്പോ, അല്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റുമ്പോഴൊക്കെ, നമുക്ക് സംസാരിക്കാൻ പറ്റുമ്പോഴൊക്കെ അവർക്ക് നമ്മുടെ ഒരു പരിഗണന മതിയാവും. അവരോട് പിന്നെ സംഗതികൾ ചോദിച്ചാൽ മതിയാവും. അവരോട് അവരുടെ അഭിപ്രായങ്ങൾ തേടിയാൽ മതിയാവും. അത് സ്വീകരിച്ചോളണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല പലപ്പോഴും. പക്ഷേ അവരുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കുക, അവരെ പരിഗണിക്കുക, അവർക്കൊരു ഒരു ഹ്യൂമിലിറ്റി, അവരോടൊരു വിധേയത്വം കാണിക്കുക. മുഖം കറുപ്പിച്ച് അവരെ നോക്കാതിരിക്കുക. പിന്നെ നമ്മള് പറ്റുന്നിടത്തൊക്കെ അവരെ കൊണ്ടുപോവുക. അവരുടെ സന്തോഷങ്ങളിൽ നമുക്ക് എത്രമാത്രം പങ്കുചേരാൻ പറ്റുമോ അതൊക്കെ നമ്മൾ പങ്കുചേരുക. ഇതൊക്കെ ഈ ജനാഹദുല്ല്, വിധേയത്വത്തിന്റെ ചിറകുകൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൊട്ടക്ടേഴ്സ് റോളിലാണ്. ഒരു ഒരു സംരക്ഷകന്റെ റോളിൽ, അവരുടെ സദാ നേരത്തുമുള്ള ഒരു സംരക്ഷണം നമ്മുടെ അജണ്ട ആയിരിക്കണം എന്നുള്ളതാണ്. അവര് ചിലപ്പോ നമ്മളോട് ഷൗട്ട് ചെയ്യും. ഒരുപക്ഷേ നമുക്കൊരുപാട് നമുക്കൊരിക്കലും വിശദീകരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ അവര് നമുക്കുണ്ടാക്കും. പക്ഷേ എന്നാലും ഏതുപോലെയാണോ അവര് നമ്മുടെ പാരന്റ്സ് ആയിട്ട് നമ്മളെ സംരക്ഷിച്ചത്, അതുപോലെ ആ റോള് റിവേഴ്സ് ചെയ്യുമ്പോഴും നമ്മൾ അവരെ സംരക്ഷിക്കും. ഒരുപക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളോട് നമുക്ക് ഷൗട്ട് ചെയ്യാൻ പറ്റും. അല്ലെ? അത് ചെയ്യൂ, ഇത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരിക്കലും ആ ഷൗട്ടിങ്, ആ ഒരു ഒച്ചയിടലും, ഒച്ചപ്പാടും ബഹളവും ഒക്കെ മാതാപിതാക്കൾ പ്രത്യേകിച്ച് അവര് വയസ്സായ ഒരു സന്ദർഭത്തിൽ പറ്റില്ല എന്നുള്ള വളരെ സുപ്രധാനമായ ഒരു പാഠം യൂസുഫ് അലൈഹിസ്സലാമെ അദ്ദേഹം തന്റെ ആ പൊസിഷൻ നോക്കൂ. ഒരു 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 പിന്നെ അർശിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഒരു ഭരണാധികാരി അദ്ദേഹത്തിന്റെ റൂളിങ്സ് ഒക്കെ പുറപ്പെടുവിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ സാധാരണഗതിയിൽ ഇപ്പൊ നമ്മൾ ആലോചിക്കുക, നമ്മുടെ നാട്ടിലൊരു ഒരു സുപ്രീം കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ ഒരു പ്രൈം മിനിസ്റ്ററോ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ കൊണ്ടുവന്നിട്ട് ആ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ ഇരുത്തുമ്പോ അതിനെക്കുറിച്ച് നമ്മൾ എന്തായിരിക്കും പറയാ? കാരണം അത് എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു പൊസിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ അങ്ങനെ ഒരു ആളുകളെ ഇരുത്താൻ പാടില്ല. മാതാപിതാക്കളുടെ സ്നേഹമൊക്കെ വീട്ടിൽ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ യൂസുഫ് അലൈഹിസ്സലാം അതുപോലും തൃണവൽഗണിച്ചുകൊണ്ട് തന്റെ മാതാപിതാക്കളെ ആ സിംഹാസനത്തിൽ കയറ്റിയിരുത്തുമ്പോ അത് വളരെ സുപ്രധാനമായ ഒരു മെസ്സേജ് നമുക്ക് നൽകുന്നുണ്ട്.
പിന്നെ അതിൽ വേറൊരു മെസ്സേജും യൂസുഫ് അലൈഹിസ്സലാം കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈ സിംഹാസനം കിട്ടാനുള്ള കാരണം, അല്ലെങ്കിൽ ഞാനിപ്പോ എത്തിപ്പെട്ടിട്ടുള്ള പൊസിഷൻ, അതും നിങ്ങളുടെ കാരണമാണ്. നമ്മള് നമ്മളിപ്പോ മാതാപിതാക്കൾ, ചില ചില മക്കൾ അങ്ങനെ ഉണ്ടാകാം. മാതാപിതാക്കളെക്കാളും ഉയർന്ന് അവര് പോയിട്ടുണ്ടാവും. അത് മാതാപിതാക്കൾ വളരെ വിദ്യാഭ്യാസം കുറഞ്ഞ, പാവപ്പെട്ട ദരിദ്ര കുടുംബ പശ്ചാത്തലത്തിലായിരിക്കും. പക്ഷെ നമ്മള് നമ്മുടെ കഴിവ് കൊണ്ട് നമ്മൾ ഉയർന്ന പൊസിഷനിലും നല്ല സമ്പത്തും നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള ആളുകളായിട്ട് വളർന്നിട്ടുണ്ടാവും. പക്ഷെ അപ്പോ ആ ഒരു ഘട്ടത്തിൽ ആ സമ്പത്തും ആ പദവിയുമൊക്കെ അവരുടെ മുന്നിൽ അടിയറ വെക്കാൻ ഒരു മനസ്സ് കാണിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഒരു ആള് വന്നിട്ട് റസൂലിനോട് ചോദിക്കുന്നുണ്ട്. ആഹ് പിന്നെ മകൻ മകനാണ് വന്നിട്ട് പരാതി പറയുന്നത്. "എന്റെ വാപ്പ എന്റെ സമ്പത്തൊക്കെ എടുത്ത് ചെലവഴിക്കുന്നു" എന്ന് പറഞ്ഞപ്പോൾ റസൂല് അയാളോട് പറഞ്ഞത്, "നീയും നിന്റെ സമ്പത്തും അതൊക്കെ നിന്റെ വാപ്പാക്കുള്ളതാണെന്നാ പറഞ്ഞത്. നീയും നിന്റെ സമ്പത്തും അതൊക്കെ വാപ്പാക്കുള്ളതാണ്. അതുകൊണ്ട് നീ വാപ്പ നിന്റെ സമ്പത്തിന്ന് എന്തെങ്കിലും എടുത്തെന്ന് പറഞ്ഞിട്ട് പരാതി പറഞ്ഞിട്ട് നടന്നിട്ട് ഒരു കാര്യവുമില്ല." കാരണം അന്തിമമായിട്ട് നമുക്ക് ആ സമ്പത്ത് ഉണ്ടാകാനും, നമുക്ക് ആ പദവിയിലെത്താനും, പൊസിഷനിലെത്താനും, ഇത് അതായത് മകനോ മകളോ എന്നൊരു വ്യത്യാസമില്ല. ഉമ്മയോ വാപ്പയോ എന്നൊരു വ്യത്യാസമില്ല. എന്നല്ല, ഉമ്മയ്ക്കാണ് കൂടുതൽ സ്ഥാനം അള്ളാഹു കൊടുത്തിട്ടുള്ളത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, മൻ അഹഖു ബി സുഹ്ബതി, അല്ലെ? എന്റെ മൻ അഹഖു ബി ഹുസ്നി സുഹ്ബതി, എന്റെ ഏറ്റവും നല്ല സഹവാസത്തിന് അർഹതയായിട്ടുള്ള ആരാണ്? ഉമ്മ. സുമ്മ മൻ? ഉമ്മുക. പിന്നെയും നിന്റെ മാതാവ്. സുമ്മ മൻ? ഉമ്മുക. സുമ്മ മൻ? സുമ്മ അബൂക്ക്. അല്ലെ? 3 പൊസിഷൻ, ഗോൾഡ്, സിൽവർ, ബ്രോൺസ്, 3 മെഡലും ഉമ്മാക്കിയാണ്. പിന്നീടാണ് ഒരു ആശ്വാസ സമ്മാനമാണ് ആർക്കുള്ളത്? വാപ്പാക്കുള്ളത്. എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഒരു ഒരു പൊസിഷൻ അള്ളാഹു കൊടുത്തിരിക്കുന്നു. ഇത് വളരെ സുപ്രധാനമായ ഒരു സംഗതിയാണ്. അതാണ് വാസ്തവത്തിൽ യൂസുഫ് അലൈഹിസ്സലാം ആ ഒരു പിന്നെ ആഹ്, ആഹ്, പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടം. അതുകൂടി പറഞ്ഞിട്ട് ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാല് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ? ഒരു 10 വർഷം എന്നൊക്കെ പറയുമ്പോ ഒരു ഡിഫറന്റ് യൂണിവേഴ്സ് തന്നെ ആയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളിൽ പലരും 30, 40 വയസ്സുള്ള ആളുകൾ ഇവിടെ ഉണ്ടാകാം. ഒരു 90കളിലൊക്കെ ജീവിച്ചിരുന്ന ആളുകൾ ചിലപ്പോ അധികം ഇവിടെ ഉണ്ടാവും. 90കളിലൊക്കെ, 90സില്. ആ 90സിലെ ഒരാളാ അന്ന് മരിച്ചുപോയ ഒരാളെ ഇപ്പൊ കൊണ്ടുവന്നാല്, ഇപ്പൊ ഈ 2024ലേക്ക് കൊണ്ടുവരുമ്പോ, 25 എത്താൻ നിൽക്കുമ്പോ, അയാള് കംപ്ലീറ്റ്ലി ഹി വിൽ ബി ഔട്ട് ഓഫ് പ്ലേസ്. വല്ല അസ്ഹാബുൽ കഹ്ഫിനെ കൊണ്ടുവന്ന് നിർത്തിയ പോലെ ഉണ്ടാവും. കാരണം എന്താ? 90കളില് ഫോൺ വിളിക്കാൻ അയാള് ക്യൂ നിന്നതായിരിക്കും ആൾക്ക് ഓർമ്മ ഉണ്ടാവുക. ടെലിഫോൺ ബൂത്തിന്റെ മുമ്പില്. എസ്ടിഡി ബൂത്ത്, അല്ലെ? ഇപ്പോഴോ? ഇപ്പൊ ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി, ഇപ്പൊ ആളുകൾ ടെക്നോളജി ഉപയോഗിക്കുന്ന രീതി, ഇപ്പൊ ആളുകളുടെ സംഭാഷണ രീതി, ആളുകൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഒക്കെ മാറിപ്പോയിട്ടുണ്ട്. ഇത് ഞാൻ പറയണത് എന്തിനാ വെച്ചാല്, നമ്മൾ ജീവിച്ച ഒരു പരിതസ്ഥിതിയിലായിരിക്കില്ല നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചത്. അവരുടെ ലോകം വേറെയാണ്. അവര് വേറൊരു ലോകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. നമ്മള് വേറൊരു ലോകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. ഇനി നമ്മുടെ മക്കള്, അവര് നമ്മുടെ മക്കള് നമ്മളിലൂടെ വന്നു എന്നേ ഉള്ളൂ. പക്ഷെ ആ മക്കള് ജീവിക്കുന്ന ലോകം വേറെ തന്നെയാണ്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം മാതാപിതാക്കളോടുള്ള പെരുമാറ്റം. ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന ബിസിനസ്, നമ്മളൊരു ബിസിനസ്സുകാരനാണെങ്കില് വാപ്പ, ഉമ്മയൊക്കെ ആ ബിസിനസ്സിൽ ചിലപ്പോ ചില ഐഡിയാസ് ഒക്കെ പറഞ്ഞു തരും. അതൊരു പക്ഷെ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് പ്ലേസ് ആയിരിക്കും. കാരണം അവരുടെ ഒരു എക്സ്പീരിയൻസിനൊക്കെ ആയിരിക്കും പറയാ. പക്ഷെ അപ്പൊ അതിന് ഇതിലൊന്നും ഉമ്മ ഇടപെടണ്ട, ഇതിലൊന്നും വാപ്പ ഇടപെടണ്ട എന്ന് പറഞ്ഞിട്ട് അവരെ തള്ളി മാറ്റുന്നതിന് പകരം, അതിനെ ഉൾക്കൊള്ളാൻ, അറ്റ്‌ലീസ്റ്റ് അതൊന്ന് കേൾക്കാൻ, നമ്മളത് സ്വീകരിക്കുന്നു എന്നത് അവരെ ബോധ്യപ്പെടുത്താൻ, പക്ഷെ അതേ സന്ദർഭത്തിൽ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ, അവരെ പരിഗണിച്ചു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ഫീലിംഗ് ആയിട്ട് അവർക്ക് അനുഭവപ്പെടണം. നമ്മളവരെ പരിഗണിക്കുന്നു, അവരോട് അഭിപ്രായം ചോദിക്കുന്നു. അവരൊരു എടുക്കാച്ചരക്കല്ല. വീടിന്റെ ഏതെങ്കിലും ഒരു മൂലക്ക പത്രവും കൊടുത്ത് കട്ടൻ ചായയും കൊടുത്ത് ഇരുത്തേണ്ട ഒരു സംഗതിയല്ല. മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു പാർസലാണ് അവര് എന്ന് നമുക്ക് ബോധ്യപ്പെടണം. ആഹ് ഇന്നിപ്പോ ഞാനൊരു വീഡിയോ കണ്ടു. ആ വീഡിയോയില് ഒരു മകൻ, 21 വയസ്സുള്ള ഒരു മകൻ അമേരിക്കയില് അദ്ദേഹത്തിന്റെ പിതാവിനെ കോർട്ടിൽ കയറ്റാണ്. എന്താണ് കോർട്ടില് കേസ് കൊടുത്തേക്കാണ്. കേസിന്റെ അടിസ്ഥാനം എന്താന്ന് വെച്ചാല്, ഞാന് യൂണിവേഴ്സിറ്റിയില് നല്ല പരീക്ഷയിലൊക്കെ നല്ല മാർക്ക് വാങ്ങി. ഞാൻ യൂണിവേഴ്സിറ്റിയുടെ ബാസ്കറ്റ്ബോൾ ടീമിന്റെ ക്യാപ്റ്റനാണ്. അങ്ങനെയുള്ള എനിക്ക് അച്ഛൻ ഒരു ലംബോർഗിനിയോ, ഒരു ഫെറാറിയോ മേടിച്ചു തരുന്നില്ല. മറിച്ച് എനിക്ക് വാങ്ങിച്ചു തന്നത് ഒരു ഇലക്ട്രിക് കാറാണ്. ഇറ്റ് ഡസൻറ് സ്യൂട്ട് മൈ സ്റ്റാറ്റസ്. അതുകൊണ്ട് എനിക്കൊരു നല്ല ലക്ഷ്വറി കാർ വാങ്ങിച്ചു തരാൻ വേണ്ടി പിതാവിനെ നിർബന്ധിക്കണം. അല്ലെങ്കിൽ പിതാവിന് ഫൈൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കോടതി കയറിയാണ്. ആ ജഡ്ജി, ശരിക്കും സംഭവിച്ചൊരു കഥയാണ്.
സംഭവിച്ചൊരു വീഡിയോ അത് പുറത്തു വന്നതാണ് അങ്ങനെ. ആ ജഡ്ജി ആ മകനോട് പറയുന്നുണ്ട്, "നീ 21 വയസ്സായ മകനാണ്. ഈ പിതാവ് നിന്നെ ഏറ്റവും നല്ല സ്കൂളിൽ അയച്ച് പഠിപ്പിച്ചു. നിന്നെ ചെറുപ്പത്തിലെ ഈ പറഞ്ഞ" അതായത് ഈ ഒരു ഇസ്ലാമിക ബോധമില്ലാത്ത ആളുകൾ വരെ ചിന്തിക്കുന്ന ഒരു ലെവലാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്നിട്ട് ഇപ്പോ ഹി ഡസൻറ്റ് ഓ യു എനിത്തിങ്. നിന്നോട് ഇപ്പോ ഒന്നും ആ പിതാവ് നിനക്ക് ചെയ്തു തരേണ്ട ആവശ്യമില്ല. കാരണം നീ പ്രായപൂർത്തിയായിട്ടുണ്ട്. ഇനി നീയാണ് അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെയാണ് ഒരു സൊസൈറ്റിയില് കുട്ടികൾ വളർന്നു വരണത് ഇപ്പോഴത്തെ ഒരു ലോകത്ത്. കാരണം ഇത്രയും ചെയ്ത് തന്നിട്ട് ഒരു ആഡംബര കാറ് കിട്ടാൻ വേണ്ടി പിതാവിനെ കോടതി കയറ്റുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് ഇസ്ലാമിന്റെ ഈ മൂല്യങ്ങൾ, യൂസുഫ് അലൈഹി ഇസ്ലാമിയുടെ ഈ ജീവിത പാഠം, ജീവിതത്തിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പൊസിഷനിലിരിക്കുമ്പോൾ അദ്ദേഹം ആ പൊസിഷൻ തന്നെ പിതാവിന്റെ മുമ്പിൽ അടിയറ വെക്കുന്ന ആ ഒരു കാഴ്ച, അതൊരു എത്ര മനോഹരമായ കൺകുളിർപ്പിക്കുന്ന കാഴ്ചയാണ്. ആ മാതാപിതാക്കളാകുക, അങ്ങനെ ഒരു മാതാപിതാക്കൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് അവരുടെ അസുലഭമായ ഭാഗ്യമാണ്. അങ്ങനത്തെ മാതാപിതാക്കൾ മഹാഭാഗ്യം ചെയ്തവരാണ്. മക്കൾ തങ്ങളുടേതെല്ലാം അവർക്ക് സമർപ്പിക്കുന്ന മാതാപിതാക്കളുണ്ടല്ലോ. എനിക്ക് കിട്ടിയതൊക്കെ നിങ്ങൾ കാരണമാണ്. എൻ്റെ സമ്പത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനുള്ളതാണ്. അതിനെനിക്കൊരു മടിയില്ല എന്നൊക്കെ പറയുന്ന ഒരു മാതാപിതാക്കള്, അങ്ങനത്തെ ഒരു മാതാപിതാക്കളാകാൻ നമുക്ക് സാധിച്ചാൽ അത് അതൊരു അസുലഭമായ ഭാഗ്യമാണ്. അപ്പൊ അതിനെന്ത് വേണം? നമ്മളങ്ങനെ ആവണം. അപ്പോഴാണ് നമ്മുടെ മക്കള് തിരിച്ചങ്ങനെ കാണിക്കുക എന്നുള്ളതാണ്. ഓക്കെ? ഇത് വളരെ സുപ്രധാനമായ ഒരു സംഗതിയാണ്. ഇനി ഈ അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ വേറൊരു സംഗതി ഇതിൻ്റെ അകത്ത് മാതാപിതാക്കളെ കുറിച്ച് അത് പറയുകയാണെങ്കിൽ ഒരുപാട് തന്നെ പറയാനുണ്ട്. പക്ഷെ ഞാൻ അതിനകത്തേക്ക് ഒന്നും പോകുന്നില്ല. ഒറ്റ കാര്യം കൂടി, അള്ളാഹു തന്നെ നമ്മളെ ഉണർത്തിയിട്ടുള്ള ഒരു സംഗതിയാണ് മാതാപിതാക്കളുടെ വയസ്സായ അവസ്ഥയെക്കുറിച്ച്. വമൻ നുഅമ്മിറുഹു നുനക്കിസുഹു ഫിൽ ഖൽഖ്, അല്ലെ? അതേ സൂറത്തിലാ? വമൻ നുഅമ്മിറുഹു നുനക്കിസുഹു ഫിൽ ഖൽഖ്. യാസീനില് എല്ലാവർക്കും അറിയാം. ആരെങ്കിലും കുറച്ചു കാലം ജീവിച്ചാൽ, കുറച്ച് അധിക ആയുസ് ഉണ്ടായിപ്പോയാൽ അവനെന്ത് ചെയ്യും? അവന്റെ സൃഷ്ടിപ്പില് പഴയ അവസ്ഥയിലേക്ക് വരും. എന്ന് പറഞ്ഞാൽ കുട്ടികളായിട്ട് മാറും. അപ്പൊ കുട്ടികളെ പോലെ വാശി, കുട്ടികളെ പോലെ നിസ്സഹായ അവസ്ഥ, കുട്ടികളെ പോലെ ഇമോഷണൽ സ്റ്റേറ്റ്, ഇതൊക്കെ മാതാപിതാക്കൾക്ക് ഉണ്ടാവും. ലിക്കൈല ബഅദ ഇൽം ലിക്കൈല യഅലമ ബഅദ ഇൽമിൻ ഷൈഅ എന്ന് സൂറത്തുൽ ഇസ്രായിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ലിക്കൈല യഅലമ ബഅദ ഇൽമിൻ ഷൈഅ. എല്ലാം അറിഞ്ഞ ഒരവസ്ഥ ഉണ്ടായിട്ട് പിന്നീട് ഈ മാതാപിതാക്കൾക്ക് ഒന്നും അറിയാത്ത ഒരവസ്ഥ ഉണ്ടാവും. കാരണം വലിയ വലിയ പൊസിഷനിലൊക്കെ ഇരുന്ന്, നല്ല പവർഫുൾ ആയിട്ടുള്ള പൊസിഷനിലൊക്കെ ഇരുന്ന് വിരമിച്ച മാതാപിതാക്കള്, അല്ലെ? പിന്നെ കുറച്ച് കഴിയുമ്പോൾ കാണാം അവർക്ക് മറവി രോഗം, അൾഷിമേഴ്സ്, അല്ലെങ്കിൽ പിന്നെ പലതരത്തിലുള്ള അസുഖങ്ങൾ, വീക്ക് ശരീരം, പാർക്കിൻസൺസ്, ശരീരം വിറക്കുന്ന അവസ്ഥ, ഇതൊക്കെ ഉണ്ടാകും. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ മാതാപിതാക്കളോട് നമ്മുടെ പ്രൊട്ടക്ഷൻ, നമ്മുടെ സംരക്ഷണം, അതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ സംരക്ഷണം അവർക്ക് കൊടുക്കണം. അതാണ് ജനാഹദുല്ലി മിനർ റഹ്മ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട. ഏതുപോലെ നമ്മൾ ചെറുപ്പത്തിൽ നമ്മളെ പോറ്റി വളർത്തി. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന അതാണല്ലോ, റബ്ബിർ ഹംഹുമ ഖമാ റബ്ബയാനി സഗീറ. ചെറുപ്പത്തിൽ ഞങ്ങളെ പോറ്റി വളർത്തിയതുപോലെ അവർ വളർന്നു. ഓക്കെ, അത് ദാറ്റ്സ് ഇനഫ്. എന്നിട്ട് പിന്നെ പറയുന്നത് എന്താ? വറഫഅ അബവൈഹി അലൽ അർശ്, സിംഹാസനത്തിൽ ഉയർത്തി. വഖറൂ ലഹു സുജ്ജദൻ, അവരെല്ലാവരും വഖറൂ ലഹു സുജ്ജദൻ, they fall into sajada before him, അല്ലെ? യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ മുമ്പിൽ അവർ സുജൂദിൽ വീണു. സുജൂദ് ചെയ്യാൻ പറ്റുമോ? മനുഷ്യന് സുജൂദ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ പറയും. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? മനുഷ്യർക്ക് സുജൂദ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പറ്റൂല. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ഓക്കെ, ഞാൻ പറയാം. ഒരുപാട് മീനിങ് ഉണ്ട് അതിന്. അതായത്, ഒന്ന്, ഇമാം റാസി 7 മീനിങ് അതിന് പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം പ്രിഫർ ചെയ്യുന്ന മീനിങ് ആദ്യത്തേതാണ്. അത് ഞാൻ അവസാനം പറയാം. പ്രിഫർ ചെയ്യാത്ത എന്നാൽ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ള മീനിങ്ങുകളെ കുറിച്ച് പറയാം. അതായത്, രണ്ടാമത്തെ വ്യൂ, അവര് ശരിക്കും സുജൂദ് ചെയ്തത് അള്ളാഹുവിനാണ്. അദ്ദേഹത്തിന്റെ മുമ്പിലാണ് സുജൂദ് ചെയ്തത്. പക്ഷെ അവരുടെ ഡയറക്ഷൻ ആർക്ക് നേരെയായിരുന്നു? അള്ളാഹുവിന്. ഏതുപോലെ എന്ന് വെച്ചാൽ കഅബയിൽ നമ്മൾ സുജൂദ് ചെയ്യും, അല്ലെ? കഅബയിൽ സുജൂദ് ചെയ്യും. പക്ഷെ കഅബയിൽ സുജൂദ് ചെയ്യുമ്പോൾ കഅബക്കാണോ സുജൂദ് ചെയ്യുന്നത്? അല്ല. പിന്നെയോ? ആ കഅബയെ സൃഷ്ടിച്ച നാഥനാണ്.
ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ കാബയെ ഉണ്ടാക്കിയപ്പോൾ തന്നെ പറഞ്ഞത് എന്താ? വൈദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്ത് വ അൻ അൻ പിന്നെ വഅഹ്ദിന ഇലാ ഇബ്രാഹിമ അൻ ത്വഹിറ ബൈതിയ ലിത്വാഇഫീന വൽ ആകിഫീന വറുക്കഇ സുജൂദ്. ഈ വീട്, ഈ കഅബ താങ്കൾ എന്ത് ചെയ്യണം? ഇതിനെ ശുദ്ധിയാക്കി വെക്കണം. എന്തിനു വേണ്ടി? ലിൽ ആകിഫീന അല്ലെ, തവാഫ് ചെയ്യുന്നവർക്ക്, അവിടെ ഇത്തികാഫ് ഇരിക്കുന്നവർക്ക്, റുക്കഅ സുജൂദ്, റുക്കുവും സുജൂദും ചെയ്യുന്നവർക്ക്. അപ്പൊ അള്ളാഹു ആണ് പറഞ്ഞത് ഈ കഅബയെ ഇതിന് സുജൂദൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി റെഡിയാക്കി വെക്കണം. അതിന്റെ അർത്ഥം ആ ഇബ്രാഹിം നബിയുടെ മകനാണ് ഇസ്ഹാഖ് നബി, ഇസ്ഹാഖ് നബിയുടെ മകനാണ് യാക്കൂബ് നബി, യാക്കൂബ് നബിയുടെ മകനാണ് യൂസുഫ് അലൈഹി സ്വലാം. ഇവർക്കൊക്കെ ഇത് അറിവുള്ളതാണ്. നമ്മൾ സുജൂദ് ചെയ്തേണ്ടത് അള്ളാഹുവിന് മാത്രമാണെന്നുള്ളത് കഅബ ഉണ്ടാക്കിയപ്പോൾ മുതൽ അവരെ പഠിപ്പിച്ച ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ അവർ സുജൂദ് ചെയ്തിട്ടുണ്ടാവുക അള്ളാഹുവിനാണ് എന്നത് ഈ ഫാമിലിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ സുജൂദ് അള്ളാഹുവിനാണ്. ഇതാണ് ഒരു വ്യാഖ്യാനം, ഒരു അഭിപ്രായം. ഇവിടെ പിന്നെ സൂറത്തുൽ ഇസ്രായിൽ തന്നെ അതായത് ഖുർആൻ കേട്ടപ്പോൾ, സൂറത്തുൽ ഇസ്രാ മക്കിയായ സൂറത്താണ്. ഖുർആൻ കേൾക്കുമ്പോൾ ആ കേൾക്കുന്ന ആളുകൾ സുജൂദിൽ വീഴുന്നു എന്ന് അള്ളാഹു പറയുന്നുണ്ട്. യഖിറൂന ലിൽ അദ്ഖാനി സുജ്ജദൻ എന്ന് സൂറത്തുൽ ഇസ്രായിൽ പറയുന്നുണ്ട്. അപ്പോൾ വെൻ സംതിങ് ഓവർവെമിങ് ഹാപ്പൻസ്, അല്ലെ, നമ്മളെ പിടിച്ചു കുലുക്കുന്ന, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത, വളരെ അസംഭവ്യമായ ഒരു സംഗതി സംഭവിക്കുമ്പോൾ സുജൂദിൽ വീഴുക എന്നുള്ളത് എന്താണ്? സ്വാഭാവികമാണ്. അത്തരം ഒരു സുജൂദാണ് അവർ ചെയ്തത്. അപ്പോൾ ആ സുജൂദ് എന്തല്ല? യൂസുഫ് അലൈഹി സ്വലാമിക്കുള്ള സുജൂദല്ല, മറിച്ച് അള്ളാഹുവിനുള്ള സുജൂദാണ്. ആ ഡയറക്ഷൻ യൂസുഫ് അലൈഹി സ്വലാമിയുടെ മുമ്പിലായി പോയി എന്നത് മാത്രമേ ഉള്ളൂ. അതാണ് അവർ പറയുന്ന പിന്നെ ഇമാം റാസി പറയുന്ന ഒരു വ്യാഖ്യാനം. ഏതുപോലെ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആദം നബി അലൈഹി സ്വലാമിക്ക് സുജൂദ് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചു, അല്ലെ? ആരോട്? ആരാ സുജൂദ് ചെയ്ത് ആദം നബിക്ക്? ഏഞ്ചൽസ്. ഏഞ്ചൽസ്. വൈദ് ഖുൽനാ ലിൽ മലായികത്തി ഇസ്ജുദൂ ലി ആദമ ഫസജദു ഇല്ലാ ഇബ്ലീസ്. അവിടെ അള്ളാഹ് കൽപ്പിച്ചതുകൊണ്ട് സുജൂദ് ആദമിനാണെങ്കിലും യഥാർത്ഥത്തിൽ സുജൂദ് ആർക്കാ? അള്ളാഹുവിനാണ്. കാരണം എന്താ? അള്ളാഹാണ് പറഞ്ഞത് സുജൂദ് ചെയ്യാൻ. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അതുപോലത്തെ ഒരു സുജൂദാണ് ഇവർ ചെയ്തത്. ഒരു ഓവർവെമിങ് സിറ്റുവേഷൻ വന്നപ്പോൾ അവർ സുജൂദ്. മൂന്നാമത്തെ ഒരു വ്യാഖ്യാനം, അതായത് രണ്ടാമത്തെ വ്യാഖ്യാനമാണ് ആദ്യം പറഞ്ഞത്. ഒന്നാമത്തെ ഞാൻ ഏറ്റവും ആദ്യം പറയാം, ഏറ്റവും ലാസ്റ്റാണ് പറയാം. ഈ ഖർറു സുജ്ജദൻ എന്നത് ഒരു ഫിഗറേറ്റീവ് ആയിട്ടാണ് പറഞ്ഞത്, ഒരു സിംബോളിക് ആയിട്ടാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം അവര് ദേ ബിക്കെയിം ഹംബിൾ എന്നുള്ളതാണ്. മറു സുജ്ജദൻ, ദേ ബിക്കെയിം അങ്ങനെ ഉണ്ടല്ലോ, അവർ വളരെ വിനയാന്യതരായി എന്ന് പറയുന്നതിന് പകരം ഒരു ഫിഗറേറ്റീവ് സ്പീച്ചിൽ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു ആലങ്കാരിക പ്രയോഗമാണ്. മലയാളത്തിൽ പറയുമല്ലോ, ഒരു ആലങ്കാരിക ഉപമ പറയുമല്ലോ, അതുപോലെ പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ സുജൂദ് ചെയ്തിട്ടില്ല എന്നതാണ് മറ്റൊരു വ്യാഖ്യാനം. നാലാമത്തെ വ്യാഖ്യാനം, ഇവിടെ പാരൻസിനെ പറഞ്ഞിട്ടില്ല. കാരണം എന്താ? ആദ്യം പാരൻസ് ഇപ്പൊ എവിടെ ഉള്ള? സിംഹാസനത്തിലുള്ളത്, അല്ലെ? വറഫഅ അബവൈഹി അലൽ അർഷ്, സിംഹാസനത്തിലുള്ളത്. ബാക്കിയുള്ളവരാണ് സുജൂദ് ചെയ്തത്. കാരണം സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ അവർക്ക് സുജൂദ് ചെയ്യാൻ പറ്റില്ലല്ലോ. അവർ ഓൾറെഡി അവരെ സിംഹാസനത്തിലേക്ക് ഉയർത്തിയേക്കാണ്. അപ്പോ ഇവിടെ ഈ പറയുന്നത് ഈ സഹോദരങ്ങൾ മാത്രമാണ് സുജൂദ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന് ഒരു എതിര് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ അങ്ങനെ പാരന്റ്സ് സുജൂദ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ അപ്പൊ പിന്നെ ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താ? സ്വപ്നം എന്താ കണ്ടത് യൂസുഫ് അലൈഹി സ്വലാം? ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലി സാജിദീൻ, അല്ലെ? 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട് കണ്ടതാണല്ലോ. അപ്പൊ പിന്നെ എന്താണ് ആ സ്വപ്നം? അപ്പൊ അതിന് ഇമാം റാസി തന്നെ അതിന് പറയുന്ന വ്യാഖ്യാനം, അങ്ങനെ സ്വപ്നത്തെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ലിറ്ററലി വ്യാഖ്യാനിക്കാൻ പറ്റില്ല. യൂസുഫ് അലൈഹി സ്വലാമയുടെ മുമ്പിൽ മാതാപിതാക്കൾ സുജൂദ് ചെയ്യുന്നത് അദ്ദേഹത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അദ്ദേഹമാണ് അവരെ എല്ലാ അർത്ഥത്തിലും വിനയം കാണിച്ചത്, അല്ലെ? അദ്ദേഹമാണ്, യൂസുഫ് അലൈഹി സ്വലാമയാണ് ഹ്യൂമിലിറ്റി കാണിച്ചത്. പിന്നെ മാതാപിതാക്കൾ അദ്ദേഹത്തിന് മുമ്പിൽ വിനയത്തിന്റെ പേരിൽ സുജൂദ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പൊ പിന്നെ നമ്മുടെ ആയത്തിനെ എങ്ങനെ വ്യാഖ്യാനിക്കും? ആയത്തിനെ വ്യാഖ്യാനിക്കേണ്ടത് ഇന്നൈ റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽ ഖമർ. ആ വശംസ വൽ ഖമറ എന്നുള്ളത് ഈ 11 സഹോദരങ്ങളെ മാത്രം ഉൾക്കൊണ്ടിട്ടുള്ളൂ. വാവുൽ മഅയ്യത്താണ്, എലോങ് വിത്ത് എന്നതാണ്. എലോങ് വിത്ത് എന്ന് പറയുമ്പോൾ, അതായത് ഞാൻ 11 നക്ഷത്രങ്ങളെ കണ്ടു, അതോടൊപ്പം സൂര്യനും ചന്ദ്രനും ഉണ്ടായിരുന്നു. പിന്നെ റഅയ്തുഹും ലി സാജിദീൻ, അവർ എന്നെ സുജൂദ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു എന്നതിൽ ആ മാതാപിതാക്കൾ ഉൾപ്പെടില്ല, ആ സഹോദരങ്ങളെ മാത്രമേ ഉള്ളൂ. മാതാപിതാക്കൾ ഉൾപ്പെടുമായിരുന്നുവെങ്കിൽ
റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽ ഖമറ സാജിദീൻ ലീ സാജിദീൻ എന്ന് പറയുമായിരുന്നു എന്നതൊക്കെ ഒരു വ്യാഖ്യാനമാണ്. അപ്പോൾ അതിൽ മാതാപിതാക്കൾ അതിൽ പെടില്ല എന്നതാണ് മറ്റൊരു 4ാമത്തെ അഭിപ്രായം. ഇനി 5ാമത്തെ അഭിപ്രായം, അന്നത്തെ കാലഘട്ടത്തിൽ സജദ ഒരു നോർമൽ സിറ്റുവേഷൻ, അതായത് എന്തെങ്കിലും ഒരു രാജാവിന്റെ മുമ്പിൽ പ്രത്യേകിച്ചൊരു പിന്നെ ഒരു സംഗതി ഉണ്ടാവുമ്പോൾ സുജൂദ് ചെയ്യുക എന്നുള്ളത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ് എന്നതാണ് മറ്റൊരു വ്യാഖ്യാനം. പക്ഷെ അവിടെ അതിനൊരു പ്രശ്നം എന്താ വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ ആദ്യം സുജൂദ് ചെയ്യേണ്ടത് ആരാ? യൂസുഫ് അലൈഹി ഇസ്ലാമയാണ്. കാരണം മാതാപിതാക്കൾ ഇങ്ങോട്ട് എത്തിയിരിക്കുകയാണല്ലോ. അവര് തന്റെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ ആ ഒരു അത്ഭുതത്തിന്റെ പേരിൽ അദ്ദേഹം സുജൂദ് ചെയ്യേണ്ടതാണ്. പക്ഷെ അത് സംഭവിച്ചിട്ടില്ല. അതൊക്കെ വളരെ പോയിന്റ് ഓഫ് വ്യൂ ആണ് കേട്ടോ. ഓരോ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ പറയണം. ഇനി 6ാമത്തെ ഒരു വ്യാഖ്യാനം, ഇവിടെ പിന്നെ ഈ പിതാവ് ഇവരോട് പറയാണ്, അതായത് യാക്കൂബ് നബി അലൈഹി സ്വലാം സുജൂദ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സുജൂദ് ചെയ്തതിന്റെ ഉദ്ദേശം ഈ മറ്റ് മക്കൾ യൂസുഫ് അലൈഹി ഇസ്ലാമിയുടെ മുമ്പിൽ ഇപ്പോൾ വിനയാന്വിതരാകണം, അവരുടെ അഭിമാനമൊക്കെ മാറ്റിവെച്ച് അവരുടെ ഈഗോ ഒക്കെ മാറ്റിവെച്ചിട്ട് അവർ സുജൂദ് ചെയ്യണം എന്ന് കാണിക്കാൻ വേണ്ടി യാക്കൂബ് നബി അലൈഹി സ്വലാം ആദ്യം സുജൂദ് ചെയ്തു, തുടർന്ന് മാതാവ് ചെയ്തു, പിന്നെ മറ്റ് സഹോദരങ്ങളും ചെയ്തു എന്നതാണ്. 7ാമത്തെ ഒരു വ്യാഖ്യാനം, ഇപ്പോ എല്ലാ അർത്ഥത്തിലും സുജൂദ് അവർ ചെയ്തിട്ടുണ്ട്, ശരിക്കും സുജൂദ് ചെയ്തിട്ടുണ്ട്. കാരണം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിക്ക് അള്ളാഹു ഒരു സ്വപ്നം കാണിച്ചു കൊടുത്തല്ലോ. എന്തായിരുന്നു സ്വപ്നം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിക്ക് കാണിച്ചു കൊടുത്തത്? മകനെ അറുക്കുന്നതായിട്ട്. മകനെ അറുക്കാൻ പാടുണ്ടോ ശരിക്ക് ഇസ്ലാമില്? മക്കളെ ആരും മനുഷ്യന്മാരെ അറുക്കാൻ പാടില്ല. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിക്ക് അള്ളാഹു സ്വപ്നം കാണിച്ചു കൊടുത്തു മകനെ അറുക്കുന്നതായിട്ട്. അദ്ദേഹം എന്ത് ചെയ്തു? അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഒരുങ്ങി. പക്ഷെ അള്ളാഹു പറഞ്ഞു ചെയ്യേണ്ടതില്ല. ഇതുപോലെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിക്ക് അള്ളാഹു സ്വപ്നം കാണിച്ചു കൊടുത്തു സുജൂദ് ചെയ്യാൻ. അപ്പൊ അള്ളാഹിന്റെ ഒരു കമാൻഡാണത്. ആ കമാൻഡ് ചെയ്യുന്നതിലൂടെ മനുഷ്യർക്ക് സുജൂദ് ചെയ്യുന്നത്, മനുഷ്യർക്ക് ഇബാദത്ത് ചെയ്യുന്ന പ്രശ്നമില്ല, മറിച്ച് അതൊരു പിന്നെ അള്ളാഹുവിന്റെ കൽപ്പനയായിട്ട് എടുത്താൽ മതി എന്നതാണ് അതിന്റെ ഒരു വ്യാഖ്യാനം. ഇനി ഇതിലേറ്റവും ഈ പറഞ്ഞ വ്യൂസ് ഒക്കെ അവിടെ ഉണ്ടായിരിക്കെ തന്നെ നമ്മൾ ഏറ്റവും പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു വ്യാഖ്യാനം അത് ഇതാണ്. അതായത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു സംഗതിയാണ്. അവിടെ ഇതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. ബാക്കിയൊക്കെ ഞാൻ അതിന്റെ ഇത്രയും വ്യൂസ് അവിടെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ഇവിടെ നോക്കൂ, വഖറു ലഹു സുജ്ജദൻ എന്നല്ലേ പറഞ്ഞത്? വഖറു ലഹു സുജ്ജദൻ. ആ ലാമ് എന്താണ്? ബിക്കോസ് ഓഫ് ഹിം എന്നാണ്. ലാമുൽ സബബാണത്. ലാമു സബബ് എന്ന് പറഞ്ഞാൽ ലാമുൽ ഇല്ലത്ത് എന്നും പറയും. ഇല്ലത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കാരണത്താൽ. അതൊരു സുജൂദ് ശുക്രായിരുന്നു. അള്ളാഹുവിനാണ് സുജൂദ് ചെയ്തത്. പക്ഷെ ലഹു എന്ന് പറഞ്ഞതിന്റെ കാരണം യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ കാരണത്താൽ. അതായത് യൂസുഫ് അലൈഹി ഇസ്ലാമയാണ് അവരുടെ കുടുംബത്തിന്റെ ഈ ഒരു അഭിമാനം ഉയർത്തുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അവരെ എത്തിച്ചത്. മാതാപിതാക്കളെയും മറ്റു മക്കളെയും മൊത്തം കുടുംബത്തെയും പിന്നെ കൊണ്ടുവന്നിട്ട് അങ്ങനത്തെ ഈജിപ്തിലെ ഒരു ഉന്നതമായ ഒരു സ്ഥാനത്തും ഒരു നല്ല പവിത്രമായ ഒരു പൊസിഷനിലും എത്തിച്ചത് അതാണ്. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിൽ ഇന്നമാ കാന സുജൂദു ലി അജലിഹി അൽ മസ്ജൂദു ലഹു ഹുവല്ലാഹ്. അവിടെ സുജൂദ് അവർ ചെയ്തത് ആർക്കാണ്? അള്ളാഹുവിനാണ്. ആ സുജൂദ് എന്താണ്? ഇന്നമാ സുജൂദു ശുക്ർ. അത് ഇന്നമാ ഹുവ സുജൂദു ശുക്ർ. അതൊരു നന്ദി പ്രകടനത്തിന്റെ സുജൂദായിരുന്നു. ഏതുപോലെ നമ്മളിപ്പോ നമുക്കൊരു വലിയ ജോലി കിട്ടി, നമുക്ക് കുറച്ച് ഒരു അസുഖം മാറി, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സുജൂദ് ചെയ്യാറുണ്ട് അല്ലെ? ആ സുജൂദ് എന്താണ്? സുജൂദ് ശുക്ർ. അതുപോലെയാണ്. പക്ഷെ യൂസുഫ് അലൈഹി സ്വലാം അവിടെ ഉണ്ടായി എന്നതുകൊണ്ട് അവിടെ ലാം അവിടെ പിന്നെ അള്ളാഹു ഉദ്ധരിക്കാൻ കാരണം, ഖറു ലഹു സുജ്ജദൻ എന്ന് പറയാൻ കാരണം ലാം എന്താണ്? ലാമുൽ ഇല്ലത്താണ്, ലാമു സബബാണ്. കാരണം അദ്ദേഹം കാരണമായി അവർ സുജൂദ് ചെയ്തു. ഇതാണ് ഇമാം റാസി പ്രിഫർ ചെയ്യുന്ന ഇബ്നു അബ്ബാസിന്റെ വ്യാഖ്യാനം. കാരണം അദ്ദേഹം പറയുന്നത് യൂസുഫ് അലൈഹി ഇസ്ലാമിക്ക് ഒരിക്കലും തൻ്റെ മാതാപിതാക്കൾ തനിക്ക് വേണ്ടി സുജൂദ് ചെയ്യുക എന്നത് ഹി വിൽ നെവർ അക്സെപ്റ്റ് ഇറ്റ്. ബിക്കോസ് കാരണം എന്താ? യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പ്രവാചകനാണ്, അദ്ദേഹത്തിന്റെ പിതാവാണ്, വയസ്സ് അദ്ദേഹത്തെക്കാളും മേലെയാണ്, പൊസിഷനിൽ അദ്ദേഹത്തെക്കാളും മേലെയാണ്. അങ്ങനെയുള്ള ഒരു പ്രവാചകൻ ഒരു ഇളയ പ്രായത്തിലുള്ള മകന് വേണ്ടി അങ്ങനെ സുജൂദ് ചെയ്യുക എന്നുള്ളത് യൂസുഫ് അലൈഹി ഇസ്ലാം സ്വീകരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ആയത്തിന്റെ വ്യാഖ്യാനം നമ്മൾ പറയേണ്ടത് ഇത് അള്ളാഹുവിന് വേണ്ടി ചെയ്ത ഒരു സുജൂദ് ശുക്റാണ്. അതിന് കാരണക്കാരനായിട്ട് യൂസുഫ് അലൈഹി ഇസ്ലാം വന്നതുകൊണ്ടാണ് അള്ളാഹു വഖറു ലഹു എന്ന് പറയാൻ കാരണം. അല്ലാതെ ആ സുജൂദ് അദ്ദേഹത്തിന് വേണ്ടി ലി അജൽ എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ലി സബബിഹി, അദ്ദേഹം കാരണമായിട്ടാണ്.
ക്ലിയർ ആണോ? അത് ക്ലിയർ ആണോ? ഇപ്പൊ ഈ പറഞ്ഞ ക്ലിയർ ആണോ? പിന്നെ ഹറൂലഹു സുജ്ജതൻ എന്ന് പറഞ്ഞതിന്റെ വ്യാഖ്യാനം മനസ്സിലായോ എന്ന് ചോദിക്കാം. ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഉണ്ടെങ്കിൽ ഇങ്ങനെ ലാസ്റ്റ് ചോദിക്കട്ടെ. ഓക്കെ, ഇനി വഖാല, അങ്ങനത്തെ അദ്ദേഹം പറയാണ്, യാ അബതി, യാ അബതി, പ്രിയപ്പെട്ട പിതാവേ, ഹദാ തഅ്വീലു റുയായ, ഇതാണ് എൻ്റെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം. യാ അബതി, ആ ഒരു വിളി നോക്കൂ, അല്ലെ? ഇതിനു മുമ്പ് യൂസുഫ് അലൈഹി സ്വലാം എപ്പോഴാണ് പിതാവിനെ അങ്ങനെ വിളിച്ചത്? സ്വപ്നം കണ്ടപ്പോഴാണ്. ആ സ്വപ്നം കണ്ടപ്പോൾ ആ വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് ആ സ്വപ്നം എന്താണെന്നുള്ള പേടിയായിരുന്നു, അല്ലെ? ആ ഒരു ആങ്സൈറ്റി, ഒരു ഫിയർ, ഒരു അഗണി, എന്താവും, എന്താണ് ഈ സ്വപ്നത്തിന്റെ അർത്ഥം എന്ന ഒരു ഉത്കണ്ഠയിലും ആശങ്കയിലും ഒക്കെയാണ് അദ്ദേഹം സ്വപ്നം പിതാവിനോട് പറഞ്ഞത്, യാപതി. ഇപ്പൊ ഇവിടെ ഇതാ ആ സ്വപ്നം വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ആ സ്വപ്നം സത്യമായി പുലരുമ്പോൾ അദ്ദേഹം അതേ പദപ്രയോഗം നടത്തണം, യാ അബതി ഹദാ തഅ്വീലു റുയായ, ഇത് എൻ്റെ ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനമാണ്, മിൻ ഖബ്ലു, ലോങ് അഗോ. അപ്പൊ അവിടെ നോക്കൂ, ഖദ് ജഅലഹ റബ്ബി ഹഖൻ, എൻ്റെ റബ്ബ് അതിനെ സത്യമാക്കി പുലർത്തിയിരിക്കുന്നു, യാഥാർത്ഥ്യമാക്കി പുലർത്തിയിരിക്കുന്നു. ഇവിടെയാണ് ഞാൻ പറഞ്ഞ കണക്ടിങ് ദ ഡോട്ട്സ്. യൂസുഫ് അലൈഹി സ്വലാം ആ ഡോട്ട് കണക്ട് ചെയ്യാണ്. എങ്ങനെയാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം ആ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചത്? അദ്ദേഹം ആദ്യം പറഞ്ഞു, ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക്, നിന്റെ സഹോദരങ്ങളോട് ആ സ്വപ്നത്തെക്കുറിച്ച് നീ പറയരുത്. എന്നിട്ട് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഈ യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് യൂസുഫ് അലൈഹി സ്വലാമയ്ക്ക്. എന്താണ്? വകദാലിക യജ്തബീക റബ്ബുക. ഒന്നാമത്തെ കാര്യം, ഈ സ്വപ്നം നിന്നെ കാണിച്ചതിന്റെ ഉദ്ദേശം, അള്ളാഹു നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. തെരഞ്ഞെടുത്തില്ലേ? ഇപ്പൊ നമുക്കത് മനസ്സിലാവുന്നുണ്ടല്ലോ. എന്തിനാ തെരഞ്ഞെടുത്തത്? ഒരു രാജ്യത്തെ, അന്ന് ജീവിച്ചിരുന്ന ഒരു നാഗരികതയെ മുഴുവൻ രക്ഷപ്പെടുത്താൻ, പട്ടിണി കിടന്ന് മരിക്കുമായിരുന്ന ഈജിപ്തിലെ ജനങ്ങളെ മുഴുവൻ രക്ഷപ്പെടുത്താനുള്ള ഒരു ദൗത്യവുമായിട്ട്, അന്നത്തെ മാനുഷികമാണ് അവര്, അല്ലെ? ഹ്യൂമാനിറ്റിയാണ് അവര്. ആ വേൾഡിലെ പോപ്പുലേഷനാണ് അന്നത്തെ അവരെ മുഴുവൻ രക്ഷപ്പെടുത്താനുള്ള ഒരു ദൗത്യം അള്ളാഹു അദ്ദേഹത്തെ ഏൽപ്പിച്ചതാണ്. അന്നത് യാക്കൂബ് നബി അലൈഹി സ്വലാം പറയുമ്പോൾ ഒരു അബ്സ്ട്രാക്റ്റ് ആണത്, അല്ലെ? ഒരു ആശയമാണ്. കാരണം അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ എന്താ സംഭവിക്കാന്ന്. ഈ സ്വപ്നത്തിന് ഇങ്ങനെ ഒരു വ്യാഖ്യാനം ഉണ്ടെന്ന് അദ്ദേഹം അള്ളാഹുവിൽ നിന്ന് മനസ്സിലാക്കി. പക്ഷേ അത് കറക്റ്റായിട്ട് എങ്ങനെയാണ് പ്ലേ ഔട്ട് ചെയ്യാന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. നിന്നെ എല്ലാത്തരം സംസാരങ്ങളുടെയും വ്യാഖ്യാനം പഠിപ്പിക്കും. അത് സ്വപ്ന വ്യാഖ്യാനമാകാം, രാജകൊട്ടാരത്തിൽ നടക്കുന്ന പൊളിറ്റിക്കൽ ടോക്സ് ആകാം, ജയിലിൽ നടക്കുന്ന ജയിൽവാസികളുടെ സംസാരങ്ങളാകാം. അതൊക്കെ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ഒരു, അല്ലെ, തഅ്വീലുൽ അഹാദീസ്, അത് നിനക്ക് ലഭിക്കും എന്ന് ആ ഒരു പിന്നെ അള്ളാഹു നിന്നെ പഠിപ്പിക്കും എന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞു. അത് സത്യമായി പുലർന്നു. പിന്നെ പറഞ്ഞ എന്താ? വയുതിമ്മു നിഅമതഹു അലൈക വ അലാ ആലി യഅഖൂബ കമാ അതമ്മഹ അലാ അബവൈക മിൻ ഖബ്ലു ഇബ്രാഹിമ വ ഇസ്ഹാഖ, അല്ലെ? നിന്റെ പിതാക്കളായിട്ടുള്ള ഇബ്രാഹിമിനും ഇസ്ഹാഖിനും എങ്ങനെയാണോ അള്ളാഹു തന്റെ അനുഗ്രഹം പൂർത്തിയാക്കിയത്, അതുപോലെ യാക്കൂബിന്റെ കുടുംബത്തിന് ആ അനുഗ്രഹം പൂർത്തിയാക്കും. ഇപ്പൊ ഇവിടെ നോക്കൂ, ശരിക്കും എക്സാക്ട്ലി അതല്ലേ സംഭവിച്ച? യാക്കൂബ് നബി മാത്രമല്ല, യൂസുഫ് നബി മാത്രമല്ല, ബിന്യാമിൻ, ആ സഹോദരങ്ങള്, അതുപോലെ അവരുടെ മക്കള്, അവരുടെ ഭാര്യമാര്, ഉമ്മ, ബാക്കി എല്ലാവരും അടങ്ങുന്ന ആ കുടുംബത്തിന്. എന്ന് മാത്രമല്ല, ഈ 12 മക്കളിൽ നിന്നാണ് പിന്നീട് ബനി ഇസ്രായേൽ എന്ന് പറയുന്ന സന്തതി തന്നെ ഉണ്ടാകുന്നത്, ആ പരമ്പര തന്നെ ഉണ്ടാകുന്നത്. ഇസ്നാ അഷറ, അല്ലെ? ആ ഒരു 12 ഗോത്രങ്ങള്. പിന്നെ ആ ഗോത്രങ്ങളിലാണ് ലോകത്തുള്ള സകല പ്രവാചകന്മാരും ബനി ഇസ്രായേലിൽ വന്നിട്ടുള്ളത് ഈ മക്കളുടെ കൂട്ടത്തിലാണ്. അപ്പോ ഈ പോയിന്റ് ഓഫ് അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ പോയിന്റ് ആണ് ഈ സ്വപ്ന വ്യാഖ്യാനം. ഈ സ്വപ്നം ഇങ്ങോട്ടാണോ? ഈ സ്വപ്നം സംഭവിച്ചത് വാസ്തവത്തിൽ, ആ സ്വപ്നം യാഥാർത്ഥ്യമായി പുലർന്നത് മനുഷ്യ കുലത്തിന്റെ തന്നെ ചരിത്രത്തിലെ വളരെ സുപ്രധാനമായ ഒരു പോയിന്റിലായിരുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതാണ് യൂസുഫ് അലൈഹി സ്വലാം പറയുന്നത്, ഹദാ തഅ്വീലു റുയായ ഖദ് ജഅലഹ റബ്ബി ഹഖ. അന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാം വളരെ അവ്യക്തമായി പറഞ്ഞ സംഗതി ഇപ്പോഴിതാ വളരെ, അതായത് യാക്കൂബ് നബി അലൈഹി സ്വലാമിക്ക് ക്ലിയർ ആയിരുന്നു അത്, അല്ലെ? എല്ലാ സന്ദർഭത്തിലും അദ്ദേഹത്തിന് അത് ക്ലിയർ. എന്തായാലും അള്ളാഹു ഇത് സംഭവിപ്പിക്കും, പക്ഷെ എങ്ങനെ, എപ്പോ എന്നതിനെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിന് ആശങ്ക ഉണ്ടായിരുന്നത്. ഇതുപോലെ, അല്ലെ, നമ്മൾ പിന്നെ ഇന്നി ആലമു മിനല്ലാഹി മാ ലാ തഅലമുൻ എന്ന് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു,
ഒരു സത്യവിശ്വാസിയുടെ എപ്പോഴും ഉള്ള ഒരു മുദ്രാവാക്യമാണ് അത്. എന്ത്? അള്ളാഹുവിങ്കൽ നിന്ന് നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. അതായത് നമുക്ക് അള്ളാഹുവിൽ നിന്ന് ഒരു സംഗതി പൂർത്തിയായി കിട്ടും. അത് ഒരുപക്ഷെ ഈ ലോകത്ത് സംഭവിക്കും, അല്ലെങ്കിൽ പരലോകത്ത് സംഭവിക്കും. രണ്ടായാലും അള്ളാഹുവിന്റെ വാഗ്ദാനം അവൻ നടപ്പാക്കും എന്ന ഉറച്ചൊരു വിശ്വാസം ഉണ്ടെങ്കിലേ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ വെല്ലുവിളികളെയും ധൈര്യപൂർവ്വം ആത്മവിശ്വാസത്തോടു കൂടി നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റും. അത് അന്തിമമായിട്ട് സംഭവിക്കുക ഒരുപക്ഷെ നമ്മുടെ ജീവഹാനി ആണെങ്കിൽ പോലും അതിനേക്കാൾ വലുതൊന്നും സംഭവിക്കാനില്ലല്ലോ. ആ ജീവഹാനിയെ പോലും നമ്മൾ കാണുന്നത് എങ്ങനെയാ? അന്തിമമായി അള്ളാഹുവിന്റെ യാഥാർത്ഥ്യത്തിലേക്കുള്ള, അള്ളാഹുവിന്റെ വാഗ്ദാനം പുലരുന്നതിലേക്കുള്ള ഒരു 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 ചുവട് ഒരു എന്താണ് ഒരു 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 ചവിട്ടുപടി മാത്രമാണ്, ഒരു ചുവടാണ് എന്ന് മാത്രമാണ് നമ്മളത് മനസ്സിലാക്കുക. ഇതാണ് വാസ്തവത്തിൽ യൂസുഫ് അലൈഹിസ്സലാം അതായത് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ, ഒരു ആർക്കിടെക്റ്റ് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ, നമ്മൾ മുമ്പ് അത് പറഞ്ഞു. അയാള് കുഴി കുഴിക്കും, ഇഷ്ടിക വെക്കും. പക്ഷെ നോക്കി നിൽക്കുന്ന ആൾക്ക് ഇയാളിപ്പോ എന്താ ചെയ്യണമെന്ന് തോന്നും. പതുക്കെ പതുക്കെ അയാൾക്ക് മനസ്സിലാവുള്ളൂ ഇത് എന്തിനാണ് ആ കുഴി അവിടെ കുഴിച്ചത്, എന്തിനാണ് ഇന്ന ഒരു ഇഷ്ടിക ഇവിടെ വെച്ചത്. ഒരു കലാകാരൻ ഒരു ചിത്രം വരക്കുമ്പോൾ നമ്മൾ ആ ചിത്രത്തിന്റെ ആദ്യം നോക്കിയാൽ കുറെ പെയിന്റ് ഇവിടെ, കുറെ പെയിന്റ് അവിടെ, കുറെ അബ്സ്ട്രാക്ട്. പക്ഷെ എല്ലാം കഴിഞ്ഞൊരു ചിത്രം പൂർത്തിയാകുമ്പോൾ നമുക്ക് മനസ്സിലാവും, ആ ഇതിനായിരുന്നു. അപ്പൊ ഇപ്പൊ നമ്മൾ ഗസയിലേക്ക് നോക്കുമ്പോ എന്ത് 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 കഷ്ടപ്പാടാണ് ആ ജനങ്ങൾ സഹിക്കുന്നത്. എന്തിനാണ് അള്ളാഹു ഇങ്ങനെ അവരെ കഷ്ടപ്പെടുത്തുന്നത് എന്ന് നമുക്ക് തോന്നും. പക്ഷെ ആ തോന്നല് ഇന്ത്യയിൽ ബുൾഡോസർ രാജ് വരുമ്പോ എന്തിനാണ് ഈ നിസ്സഹായരായ മനുഷ്യരെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഇവരൊക്കെ അള്ളാഹ്ക്കാണ്ട് നശിപ്പിച്ചൂടെ എന്ന് നമുക്ക് തോന്നും. പക്ഷെ ചിത്രം പൂർത്തിയാകാൻ നമ്മൾ കാത്തു നിൽക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ചിത്രം പൂർത്തിയാകുമ്പോ നമുക്ക് മനസ്സിലാകും ഓരോന്നും എന്തിനാണ് സംഭവിച്ചതെന്ന്. അതുവരെ ക്ഷമിക്കുക, അതുവരെ സഹിക്കുക, നമ്മുടെ പണി ചെയ്യുക. നമ്മൾ ഓരോരുത്തരും നമ്മുടെ റോള് ചെയ്യുക. ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അള്ളാഹുവിൽ നിന്ന് നമ്മളിൽ നിന്ന് അള്ളാഹു ആവശ്യപ്പെടുന്നതാണ്. അതാണ് യൂസുഫ് അലൈഹിസ്സലാം ഖദ് ജഅലഹ റബ്ബി ഹഖൻ എന്ന്. യൂസുഫ് അലൈഹിസ്സലാമയ്ക്കും യാക്കൂബ് നബിക്കും ആ സ്വപ്നം അങ്ങനെ കണക്ടിങ് ദ ഡോട്ട് ചെയ്യാൻ സാധിച്ചു. നമുക്ക് നമ്മുടെ ഡോട്ട് എപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റും? 50 വർഷമാണോ, 40 വർഷമാണോ, ചിലപ്പോൾ 1 വർഷം കൊണ്ട് പറ്റുമോ, 2 വർഷം കൊണ്ട് പറ്റുമോ, 2 മാസം കൊണ്ട് പറ്റുമോ? ഇതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഡോട്ട് കണക്ട് ചെയ്യാൻ ചിലപ്പോൾ നമ്മൾ കാത്തിരിക്കേണ്ടി വരും എന്നതാണ്. ഇനി ഹക്കൻ എന്നത് ഖദ് ജഅലഹ റബ്ബി ഹക്കൻ. ഹക്കിന് നമ്മളിപ്പോൾ അർത്ഥം പറഞ്ഞത് സത്യമായി പുലർന്നു, യാഥാർത്ഥ്യമായി പുലർന്നു. വേറൊരു അർത്ഥം കൂടി അതിനുണ്ട്. ഒരു പർപ്പസ്. അതായത് ആ സ്വപ്നം അതിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിലേക്ക് എത്തി. കാരണം സാധാരണ ഇതിൽ സത്യമായി പുലരുന്ന അള്ളാഹു സദക്കാണ് പറയും. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വപ്നത്തെക്കുറിച്ച് മറ്റേ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ലഖദ് സദഖല്ലാഹു റസൂലഹു റുയ ബിൽ ഹഖ് എന്ന് പറയുന്നുണ്ട് അല്ലെ. അള്ളാഹു പ്രവാചകന്റെ സ്വപ്നം സത്യപ്പെടുത്തി എന്ന് പറയുന്നത്, സത്യസന്ധമാക്കി പുലർത്തിയെന്ന്. ഇവിടെ ഖദ് ജഅലഹ റബ്ബി ഹഖൻ എന്നാ പറയുന്നത്. അപ്പൊ ആ സ്വപ്നത്തിനൊരു പർപ്പസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു ഓരോ ഈവന്റും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്ന ഓരോ ഈവന്റും ഇറ്റ് ഹാപ്പൻസ് വിത്ത് എ പർപ്പസ്. എല്ലാറ്റിനും പിന്നിൽ ഒരു നന്മയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളത് പറയാറുണ്ടല്ലോ, എല്ലാം നല്ലതിനാണ്. ഒരു ട്രെയിൻ നമുക്ക് മിസ്സായാൽ, ഒരു ഫ്ലൈറ്റ് നമുക്ക് മിസ്സായാൽ, ഒരു സ്ഥലത്തേക്ക് പോകാൻ വൈകിയാൽ നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാവും. അതുകൊണ്ട് ഒരു ഫ്ലൈറ്റ് മിസ്സാന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. പക്ഷേ അതിനെ ഒരു പർപ്പസ് ആയിട്ട് നമ്മൾ എടുക്കണം. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ആ ഈവന്റിന് പിന്നിൽ ഒരു പർപ്പസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇവിടെ നോക്കൂ, യാക്കൂബ് നബി അലൈഹി സ്വലാമയ്ക്ക് യൂസുഫിനെ നഷ്ടമായി 40 വർഷം. പക്ഷേ അതുകൊണ്ട് എന്ത് ഉണ്ടായി? ഈജിപ്റ്റ് രക്ഷപ്പെട്ടു. ഈജിപ്റ്റ് രക്ഷപ്പെട്ടു എന്നല്ല, മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു വഴിത്തിരിവായിട്ട് അത് മാറി. അപ്പോൾ യാക്കൂബ് നബി അലൈഹി സ്വലാം അള്ളാഹിനെ കുറ്റപ്പെടുത്തി, എന്റെ മോൻ പോയല്ലോ, അതിൽ അള്ളാഹിനെ കുറ്റപ്പെടുത്തി ജീവിതകാലം മുഴുവൻ തീർത്തിരുന്നെങ്കിൽ എന്താ സംഭവിക്കാം? ആ ആ പിന്നെ ആ ബ്ലെയിം മാത്രം അവശേഷിക്കും, അദ്ദേഹത്തിന് ആ കുറ്റം മാത്രം അവശേഷിക്കും. പക്ഷെ അദ്ദേഹം അങ്ങനെയല്ല ചെയ്തത്. അദ്ദേഹം അതിനെക്കുറിച്ച് ക്ഷമയോടെ, അതിനെക്കുറിച്ചാണ് സബുറുൻ ജമീൽ എന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ നമുക്കും ജീവിതത്തിൽ നമ്മുടെ വേണ്ടപ്പെട്ടത്, പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടു പോവുകയോ നമുക്ക് അങ്ങനെയൊക്കെ സംഭവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ പ്ലാനില് നമ്മുടെ പ്ലാനിനേക്കാൾ അള്ളാഹുവിന്റെ പ്ലാനിനെ വിശ്വസിക്കാൻ ഉള്ള ഒരു കരുത്ത്, അതിനുള്ള
അവബോധം, അത് ഇന്റേണലൈസ് ചെയ്യാനുള്ള ഒരു സെൻസ്, അതാണ് വാസ്തവത്തിൽ യൂസുഫ് അലൈഹി ഇസ്ലാം ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഞാൻ പറഞ്ഞു, ഇതൊരിക്കലും ഹാദാ തഅ്വീലു റുയായ എന്ന് ഒരു പിന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ പറഞ്ഞതാവൂല. ഓ ഓ മൈ ഗോഡ്, ദിസ് ഈസ് ദ ഇന്റർപ്രിട്ടേഷൻ. ഇതാണ് ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം. പ്രിയപ്പെട്ട പിതാവേ, പാപ്പ എന്താണോ വിളിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്കറിയില്ല. അബ്ബാന്നോ പിതാവ്, പിന്നെ വാപ്പാന്നോ, നമ്മൾ മലയാളത്തിൽ അങ്ങനെയൊക്കെ പറയാം, അല്ലെങ്കിൽ അറബിയിൽ അബ്ബാന്നോ ഒക്കെ പറയാം. പക്ഷേ യാ അബതി, അത് അവർ സംസാരിച്ച ഹിബ്രു ഭാഷയിൽ, അല്ലെങ്കിൽ ഈ അരാമിക് ഭാഷയിൽ എന്ന് അള്ളാഹു നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. പ്രിയപ്പെട്ട പിതാവേ, ഇതാണ് ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം. ഒരു എക്സൈറ്റ്മെന്റിന്റെ, ഒരു ഷോക്കിന്റെ, ഒരു റിമാർക്കബിൾ മൊമെന്റ് ഓഫ്, എന്താ പറയാ അതിനെ, ഒരു തിരിച്ചറിയൽ മൊമെന്റ് നമ്മൾ പറയല്ലോ. ഒരു സംഗതി പെട്ടെന്ന് തിരിച്ചറിയുന്ന നിമിഷം, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ പറഞ്ഞ ഒരു വാചകമാണ് അത്. അതിനെ നമ്മൾ ഓതുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ അങ്ങനെ ഓതിപ്പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അള്ളാഹു അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുകൂടി നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. ഇപ്പൊ ഇവിടെ നോക്കൂ, നേരത്തെ ഇന്നി റഅയ്തു, ഒരു മിറർ ഇമേജും നമുക്ക് കാണാൻ പറ്റും. ഖുർആന്റെ ഈ നുളുമുൽ ഖുർആൻ എന്ന് പറയുന്നുണ്ട്, ഖുർആന്റെ വാചക ഘടനയുടെ ഒരു സ്ട്രക്ചർ. ഈ സ്വപ്നം കാണുമ്പോൾ പറയുന്നത് എന്താ? ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ, ഞാൻ 11 നക്ഷത്രങ്ങളെ കാണുന്നു. വശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെ കാണുന്നു. പക്ഷെ ഇവിടെ സ്വപ്നം യാഥാർത്ഥ്യമായപ്പോൾ വറഫഅ അബവൈഹി അലൽ അർഷ്, മാതാപിതാക്കള് സ്റ്റേജിലുള്ളത്, സിംഹാസനത്തിൽ അവരാണ് ആദ്യം, പിന്നെ സഹോദരങ്ങൾ, വഖറു ലഹു സുജ്ജദൻ. അപ്പോ ഈ ശരിക്കും അതിന്റെ ഒരു മിറർ ഇമേജ് നമുക്ക് കാണാൻ പറ്റും. അതും ഖുർആന്റെ, അതും ഈ സൂറത്തിന്റെ മൊത്തം ഒരു സ്ട്രക്ചറിനെ കുറിച്ച് നമുക്ക് ലാസ്റ്റ്, ഇതിന്റെ വാചക ഘടനയെ കുറിച്ചുള്ള അതിന്റെ മനോഹാരിതയെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ അവസാനത്തില്, സൂറത്ത് അവസാനിച്ചു കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ അടുത്ത ആഴ്ച പഠിക്കാൻ പോകുന്നത് ഇതിനേക്കാളും വലിയ ലെസനെ കുറിച്ചാണ്. അതായത് ഈ എൻറ്റയർ എപ്പിസോഡിൽ നിന്ന് നമുക്ക് മനസ്സിലായ പാഠം എന്താണെന്ന് യൂസുഫ് അലൈഹി സ്വലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് നമുക്ക് അടുത്ത ആഴ്ച ആയുസ് അള്ളാഹു തരികയാണെങ്കിൽ, അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ജഅൽ ജമഅന ഹാദാ ജമഅൻ മർഹൂമ വജ്അൽ തഫറഖന മിൻ ബഅദിഹി തഫറഖൻ മഅസൂമ. اللهم لا تجعل فينا ولا معنا شقيا ولا محروما. اللهم اجعل القرآن العظيم ربيع قلوبنا ونور صدورنا وجلاء همنا وذهاب أحزاننا وهمومنا. اللهم علمنا منه ما جهلنا وذكرنا منه ما نسينا. اللهم ارزقنا تلاوته آناء الليل وأطراف النهار على الوجه الذي يرضيك عنا. اللهم اجعل القرآن شفيعا لنا يوم القيامة. اللهم آنس بالقرآن وحشتنا في القبور. اللهم اجعله لنا دليلنا إلى جناتك جنات النعيم برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا الله أستغفر الله وأتوب إليك. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته.